ഇനി എനിക്ക് സംസാരിക്കാനുള്ളത് നർമ്മത്തെ പറ്റിയാണ്. അത് വളരെ അപകടം പിടിച്ചൊരു വിഷയമാണ്. എന്ന് വെച്ചാൽ ഞാൻ വായിച്ചിട്ടുണ്ട്, ഗ്രീസിൽ ചില ഫിലോസഫർമാർ വല്ല തമാശയും കേട്ട് ചിരിച്ചിട്ട് മരിച്ചുപോയി. ഒരു ഫിലോസഫർ സ്വന്തം വിറ്റടിച്ച് ചിരിച്ചിട്ട് മരിച്ചുപോയി. അപ്പോൾ ഇത് വെറുതെ നിങ്ങൾ വിചാരിക്കും. ഞാനൊരു പേര് പറയാം, ക്രിസിപ്പസ്. ഏതൻസുകാരനാണ്, ക്രിസിപ്പസ് ഫിലോസഫറാണ്. അദ്ദേഹം ചിരിച്ചു മരിച്ചു എന്ന് മലയാളത്തിലും പറയൂലേ, ചിരിച്ചു മരിച്ചു. അത് ശരിക്കും മരിച്ചു, മറ്റേ ശരിക്കും മരിച്ചു. അവിടെ മലബാറിൽ ഒരു തമാശയുണ്ട്. എന്ന് വെച്ചാൽ ഞങ്ങളുടെ കോഴിക്കോട് താലൂക്കിൻ്റെ കിഴക്കേ ഭാഗത്താണ്. അവിടെ മലബാർ കലാപകാലത്ത് കുറച്ച് സംഘർഷവും അടിപിടിയൊക്കെ ഉണ്ടായ സ്ഥലമാണ്. അപ്പോൾ പട്ടാളം വന്നപ്പോൾ അവിടെ പുഴയിൽ ഒരുത്തം കുളിക്കുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാം കൂടി കുളിക്കാന്നുള്ള അവിടെ ഇറങ്ങിയപ്പം പട്ടാളം ഇവരെ അടിക്കുകയാണ്. അപ്പോൾ ആദ്യം കുളിച്ചോണ്ട് പറഞ്ഞു, ഞാൻ ശരിക്കും കുളിക്കുകയാണ്. അപ്പോൾ എന്ന മാതിരി ഇത് ശരിക്കും മരിച്ച കഥയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നർമ്മത്തെപ്പറ്റി, നർമ്മം കൊണ്ട് സമ്പന്നമായൊരു പ്രദേശമാണ് കേരളം, യാതൊരു സംശയമില്ല. അത് പഴയ കാലത്താണെങ്കിൽ തോലകവി, കുറച്ചുകൂടി കഴിയുമ്പോൾ 18-ാം നൂറ്റാണ്ടാണെങ്കിൽ കുഞ്ചൻ നമ്പ്യാർ, പിന്നെ നമ്മുടെ 20-ാം നൂറ്റാണ്ടിൽ ഒരുപടി ആളുകൾ, ബഷീർ, സഞ്ജയൻ, VKN, അങ്ങനെ എത്രയെങ്കിലും ഇനി ഉദാഹരണങ്ങളൊക്കെ നിങ്ങൾ ആലോചിക്കാം. പല തരത്തിൽ വെളു കൃഷ്ണൻകുട്ടി മുതൽ അങ്ങനെ സുകുമാർ, നമ്മുടെ ചിത്രകാരന്മാർ, കാർട്ടൂണിസ്റ്റുകൾ. അപ്പോൾ ഇതിലുള്ളൊരു പ്രശ്നം, ഇപ്പോഴുള്ളൊരു പ്രശ്നം, നമുക്ക് ഒരു സാമൂഹ്യ ജീവിതം ചുരുങ്ങി വരികയും നമ്മുടെ ഹാസ്യത്തിൻ്റെ ഉൽപ്പാദനവും ആസ്വാദനവും വളരെ മാറുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ പണ്ട് എങ്ങനെയാണ്, ഇപ്പോൾ 2 ഫലിത പാരമ്പര്യങ്ങളാണ് കേരളത്തിലുള്ളത് പ്രധാനമായിട്ട്. ഒന്ന് നമ്പൂരി ഫലിതം, വേറൊന്ന് മാപ്പിള തമാശകൾ. അതിൻ്റെ ഒരു പുസ്തകമാണ് ഇവിടെ പറഞ്ഞത്. കണ്ടോ, ഞാൻ കച്ചവടക്കാരനായി മാറുന്നത് കണ്ടോ. അപ്പോൾ അന്നൊരു സാമൂഹ്യ ജീവിതമുണ്ട്. നമ്പൂരി തൻ്റെ കഥാപാത്രം നമ്പൂരിയാട്ടോ. വെടിവട്ടം എന്ന് പറയും. മാപ്പിളമാർ ഹരം പറയുക, സ്വീപ്പ് പറയുക, സൊറ പറയുക. സാമൂഹ്യ ജീവിതത്തിൽ നിന്ന് ഏറ്റവും അഗാധമായ, വളരെ വെൽനിറ്റായ, ഗാഠമായ സാമൂഹ്യ ബന്ധങ്ങൾ, അതുപോലെ ഒരുതരം യാഥാസ്ഥിതികത, ഇതൊക്കെ ആയിട്ടാണ് ഈ ഫലിതമൊക്കെ ഉണ്ടാവുന്നത്. കാരണം ഇപ്പോൾ നമ്പൂരിക്ക് തീവണ്ടി വരുമ്പോൾ അതിനെ പരിഹസിക്കേണ്ടി വരും. എന്നുവെച്ചാൽ അദ്ദേഹം തീവണ്ടിയിൽ പോകുമ്പോൾ, തീവണ്ടി എങ്ങനെയുണ്ട്, ഒരു കുഴപ്പമില്ല, ആ വളവിലെത്തുമ്പോൾ ഒരു അടിയുണ്ട് എന്നാണ്. എന്താ വെച്ചാൽ അദ്ദേഹം ചില്ലുണ്ടെന്ന് അറിയാതെ പുറത്തേക്ക് തുപ്പി. അപ്പോൾ ചില്ലാകുമ്പോൾ അടുത്തിരിക്കുന്നവൻ അടിക്കും. അതാണ് അവിടെ എത്തുമ്പോൾ ഒരു അടിയുണ്ട് എന്നാണ്. RTA ഓഫീസിൽ കമ്പ്യൂട്ടർ എത്തി എന്ന് പറയുമ്പോൾ ഒരു മാപ്പിളയുടെ പ്രതികരണം, അല്ലോ ആ അമുക്കിനും കൊടുക്കേണ്ടി വരും ഇനി കൈക്കൂലി എന്നാണ്. ഇങ്ങനെ പുതിയ സാധനങ്ങൾ വരുമ്പോൾ അത് ചിരിച്ച് തള്ളുക, അതൊരു മെക്കാനിസമാണ്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട പ്രധാന കാര്യം, ഈ ഹാസ്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട സാമൂഹ്യ വിമർശനത്തിൻ്റെ ഒരു ഉപകരണമാണ്. അതുകൊണ്ടുകൂടിയാണ് സന്ദേശം, അതായത് നമ്മൾ ആരൊക്കെ എന്തൊക്കെ എങ്ങനെയൊക്കെ വിമർശിക്കാൻ ആഗ്രഹിച്ചു. ഇപ്പോൾ എന്നെപ്പോലെ അനേക ആളുകൾ TV ചാനലിൽ, ലേഖനങ്ങളിൽ, ഫേസ്ബുക്കിൽ, വാട്സപ്പിൽ, യൂട്യൂബിൽ ഒക്കെ വിമർശിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ തമാശയായിട്ട് പറഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പമുണ്ട്. എന്താ കാര്യം, തമാശയ്ക്കും മറ്റവനും ചിരിച്ചു പോകും. നമ്മുടെ എതിരാളി, വിത്തിൻ കോട്സ് എതിരാളി എന്ന് പറഞ്ഞാൽ നമ്മളെ എതിർപക്ഷത്തുള്ള ഒരാൾ പാർട്ടി വിശ്വാസം കൊണ്ടോ അല്ലെങ്കിൽ വേറെ കച്ചവടത്തിൻ്റെ വകയിലോ അല്ലെങ്കിൽ മതവിശ്വാസത്തിൻ്റെ വകയിലോ ജാതി ആചാരത്തിൻ്റെ വകയിലോ അല്ലെങ്കിൽ ലിംഗത്തിൻ്റെ വകയിലോ ഒക്കെ ഇപ്പോൾ നമുക്ക് പെണ്ണുങ്ങളെ കളിയാക്കുക എന്നുള്ളത് നമ്മുടെ ഒരു സ്ഥിര ഏർപ്പാടാണ്. അങ്ങനെ കാരണം ഈ സംസ്കാരം കേട്ടോ, ഞാനൊരു രഹസ്യം പറയാം, മൈക്കിളിലുകൊണ്ട് വളരെ എളുപ്പമാണ് രഹസ്യം പറയാം. ഈ സംസ്കാരം എന്ന് പറഞ്ഞാൽ കച്ചവടം ആണുങ്ങളുടെ ആണ് കേട്ടോ. ഈ ഭാഷ ആരുടെ ഭാഷയാണ് മലയാളം? ഇത് ആണുങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഭാഷയാണ്. തെളിവ് വേണോ? തെളിവ് ഞാൻ പറയാം. സ്വന്തം ഭാഷ എന്ന് ആണുങ്ങൾക്ക് പറയാൻ പറ്റും, അവനവൻ്റെ ഭാഷ എന്ന് പറഞ്ഞാൽ മതി. ഇതൊരു സ്ത്രീക്ക് പറയാൻ പറ്റില്ല, അവളുടെ ഭാഷ എന്ന് പറഞ്ഞാൽ ചിരിക്കൂലേ? വളരെ സിമ്പിളാണ്.
എങ്ങനെ ഇത്രയെങ്കിലും ഉദാഹരണം. ഇപ്പോൾ ആദർശ പുരുഷൻ എന്നൊരു വാക്കുണ്ട് മലയാളത്തിൽ, ആദർശ സ്ത്രീ ഇല്ല. ചരിത്ര പുരുഷനുണ്ട്, ചരിത്ര സ്ത്രീ ഇല്ല. കാരണം ചരിത്രം നിർമ്മിക്കുന്നത് ആരാണ്? പുരുഷനാണ്. ആരുടെ ചരിത്രം? പുരുഷൻ്റെ ചരിത്രം. അപ്പം ഞങ്ങൾ ഈ ആണുങ്ങൾ എന്ന് പറയുന്ന പോക്കരികൾ ചില സൗജന്യം കാണിക്കുന്നതുകൊണ്ടാണ് നിങ്ങളൊക്കെ ഈ മലയാളം പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അത് ഞാൻ വേറെ തെളിവ് വേണോ? മാധവിക്കുട്ടി ആത്മകഥ എഴുതാൻ വന്നപ്പോൾ അത് എഴുതി ഇംഗ്ലീഷിലാണ്. അവർക്കറിയാം ഇത് പെണ്ണുങ്ങളുടെ ഭാഷയല്ല. ഉണ്ടോ? പെണ്ണുങ്ങൾക്ക് ഒരുമാതിരി, ഞാൻ പറയാം, ഒരു കൊള്ളാവുന്നൊരു കാര്യം എന്നതിന് നമ്മുടെ ഭാഷയിലെ വാക്ക് ആണത്തെന്ന. ഇന്ദിരാഗാന്ധിയെ പറ്റി ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് കേൾക്കുന്ന എന്താണ്? അവർ പ്രധാനമന്ത്രിയാണ്, അവരുടെ മന്ത്രിസഭയിൽ ഒരു പുരുഷനേ ഉള്ളൂ, അത് ഇന്ദിരാഗാന്ധിയാണ്. കേട്ടോ? അപ്പോൾ കാര്യപ്രാപ്തി, ഇച്ഛാശക്തി, തീരുമാനമെടുക്കാനുള്ള പ്രാപ്തി, ധൈര്യം, ഇതൊക്കെ ആരുടെ ഗുണങ്ങളാണ്? അത് ആണുങ്ങളുടെ ഗുണങ്ങളാണെന്ന് പെണ്ണുങ്ങൾക്കും കൂടി അറിയാം. കേട്ടോ? എന്നാൽ ഇത് വർക്ക് ചെയ്യുന്ന അങ്ങനെയാണ്, ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്ന അങ്ങനെയാണ്. അതായത് ചെറുമൻ താഴെയാണ് എന്ന് നമ്പൂരി പഠിച്ചു വെച്ചൊരു കാര്യമില്ല. ആര് പഠിക്കണത്? നമ്പൂരി പഠിക്കണം, ആണോ? ചെറുമൻ പഠിക്കണം. ചെറുമൻ പഠിച്ചാലേ ആ സിസ്റ്റം വർക്ക് ചെയ്യുള്ളൂ. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം, വെള്ളക്കാർ നമ്മളെക്കാളും മേലുള്ള ആൾക്കാരെ നമുക്കൊക്കെ അറിഞ്ഞൂടെ? എല്ലാവർക്കും അറിയാം അല്ലേ? എല്ലാവർക്കും അറിയാം. അപ്പോഴാണ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. കാരണം നമ്മുടെ ആചാരോപചാരങ്ങളും നമ്മുടെ ഭക്ഷണ രീതികളും നമ്മുടെ വേഷവും ഒന്നും അല്ല കേമായിട്ടുള്ള ഏതാണ്. ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയാം. ഞാനൊരു പാൻസും കോട്ടും ടൈയോ ഓവർകോട്ടും ഒക്കെ ഇട്ട് വന്നിരുന്നാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ബഹുമാനം ഉണ്ടാവില്ലേ? ഉണ്ടാവും, എനിക്കറിയാം. അതിന് തെളിവ് വേണോ? നിങ്ങളുടെ എല്ലാ ചാനലിലും പ്രധാനപ്പെട്ട വാർത്ത വായിക്കുന്ന ആളുടെ വേഷം യൂറോപ്യൻ്റെ വേഷമാണ്. കണ്ടോ? അത് നമ്മൾ കളിയാക്കാനുള്ളതാണ് അത്. കാരണം ഇതുപോലൊരു ഷർട്ടും മുണ്ടും ഇരുന്ന് വായിച്ചാൽ ഇത് വായുന്നേ, ഇത് വായാതായിപ്പോയെങ്കിലല്ലേ നിങ്ങൾ വരട്ട്. അപ്പോൾ ഒരു പാൻസും കോട്ടും ടൈയും ഒക്കെ കെട്ടിയൊരു വിദ്വാൻ പറയുന്നതാണ് ആധികാരികം. അതിനാണ് വിശ്വാസ്യത. എതിരുണ്ടോ? ബഷീറിൻ്റെ കഥാപാത്രം ചോദിക്കുക, എതിരുണ്ടോ? അപ്പോൾ അങ്ങനെ നമ്മുടെ ആചാരോപചാരങ്ങൾ, ഭക്ഷണ രീതികൾ, ഭാഷണ രീതികൾ ഒക്കെ ഇപ്പോൾ എന്താണ്? ടി വിയിൽ ഹായ് എന്ന് പറഞ്ഞ് വരുന്നു, ബായ് എന്ന് പറഞ്ഞ് പോകുന്നു. നമ്മുടെ ചെറുപ്പക്കാരിലൊക്കെ ശരീരഭാഷ എന്ന് പറയുന്നത് എന്താണ്? യൂറോപ്യനാണ്. അവരിപ്പോൾ ഉച്ചരിക്കുന്നത് എന്താ? തിരുവോണത്തിന് എന്നാണ്. ഇംഗ്ലീഷിൻ്റെ മട്ടിൽ പറയാൻ തിരുവോണത്തിന്. കണ്ടിട്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ നമുക്ക് മനസ്സിലായി എന്ത്? മലയാളം മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇരിക്കട്ടെ. അപ്പോൾ ഇതൊരു ആയുധമാണ്. ആരുടെ ആയുധം? ഇത് എല്ലാ കാലത്തും രാജാക്കന്മാർക്കെതിരായിട്ടുണ്ടായിരുന്ന സാധനം ഫലിതമാണ്. നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളൊരു നാടകത്തിൻ്റെ പേര് ഞാൻ പറയാം, അഭിജ്ഞാന ശാകുന്തളം. അപ്പോൾ രാജാവിനെ പരിഹസിക്കാൻ അവകാശമുള്ള ഒരു നർമ്മ സജീവൻ ഒരു വിനോദത്തിനൊരു മന്ത്രിയെ നിയമിച്ചിട്ടുണ്ട്. അന്നുണ്ടാവട്ടെ, ഒന്നുണ്ടാവില്ല. ഇന്നിപ്പോൾ മോദിയുടെ മന്ത്രിസഭയിലോ പിണറായി വിജയൻ്റെ മന്ത്രിസഭയിലോ ഒക്കെ പറയാൻ പാടുണ്ടോ? അവിടെ ഇവരെ പരിഹസിച്ച് കളിയാക്കുന്ന ഒരു മന്ത്രിയെ വെക്കുമോ? ആലോചിക്കാൻ പറ്റുമോ? ആലോചിച്ചു. രാജാധിപത്യത്തെ കാലത്തുണ്ട് ഉണ്ടോ? രാജാവിനെ കളിയാക്കുന്നു, രാജാവിൻ്റെ പ്രേമത്തെ കളിയാക്കുന്നൊക്കെ ആരാണ്? ഈ നർമ്മ സജീവനാണ്. ആ നാടകത്തിലുണ്ട്. അന്നത്തെ നാടകം എന്ന് പറഞ്ഞാൽ, സംസ്കൃതത്തിലെ നാടകത്തിലുള്ള പ്രധാനപ്പെട്ട യോഗ്യത എന്താണെന്ന് വെച്ചാൽ അതിൽ നായകനായിട്ട് രാജാവ് മാത്രമേ വരാൻ പാടുള്ളൂ. എന്താ കാരണം? അന്ന് നാട്ടിലെ നായകനാണ് രാജാവ്, നാടകത്തിലെ നായകനും അദ്ദേഹം തന്നെയാണ്. അത് 4-5 വെറൈറ്റി പറയും. ധീര ലളിതൻ, ധീരോദ്ധതൻ എന്നൊക്കെ അതേ പാടുള്ളൂ എന്നാണ്. നാഥോദയമായിട്ട് പറഞ്ഞ നാടകം, അങ്ങനെയാണ് നിർവചനം. അത് ട്രാജഡി എഴുതാൻ പാടില്ല. ട്രാജഡി എഴുതെന്താ? രാജാവ് കുടുങ്ങും, രാജാവാണല്ലോ നായകൻ, രാജാവ് തോറ്റുന്നോ മരിച്ചുപോയി എന്നൊന്നും പറയാൻ പാടില്ല. നാഥോദയമായിട്ട്, നാഥൻ്റെ ഉദയം കാണിക്കുന്നതായിട്ട് വേണമെന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്ന കാര്യം, അധികാരികൾ, പണ്ഡിതന്മാർ, പണക്കാർ, ജന്മിമാർ ഒക്കെ പരിഹസിക്കുന്ന ഒരു രീതി നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അതിലൂടെ ചാക്യാരുണ്ടായിരുന്നു. അതൊരു വംശത്തിൻ്റെ കുലത്തൊഴിലായിരുന്നു. എന്ത്? തമാശ പറയൽ കുലത്തൊഴിൽ. കണ്ടോ? അഭിനയിക്കുകയും തമാശ പറയും ചെയ്യുക എന്നുള്ളത് അത് ചാക്യാരല്ലേ എന്ന് പറയും. അദ്ദേഹത്തിന് ബഷീറിൻ്റെ കുഞ്ഞുതാച്ചുമ്മ പറഞ്ഞ മാതിരി ലൈനസ് ഉണ്ട്. ഞാൻ പറവേ എനിക്ക് ലൈനസ് ഉണ്ട് എന്നാണ് മകൾ കുഞ്ഞുപാത്തമ്മയോട് കുഞ്ഞുതാച്ചുമ്മ പറയുന്നത്. അവൾക്ക് ലൈനസ് ഉണ്ട്. എന്ത് പറയാൻ ലൈനസ് ഉണ്ട്? അപ്പം ഞാനങ്ങനെ ഒരു ലേഖനം എഴുതിയിരുന്നു. എന്ന് പറഞ്ഞാൽ എൻ്റെ തലവെട്ടിപ്പോട്ടെ. എം മണി ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാനൊരു ലേഖനം എഴുതി മനോരമയിൽ, മണിക്ക് ലൈനസ് ഉണ്ട്. ഇത് ലൈനസ് ഉണ്ടല്ലോ, ലൈനസ് ഉണ്ടാവും. ലൈനസ് ഉള്ള ചില ആളുകളുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഫലിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ധർമ്മം, അതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുമ്പോഴാണ് മലയാളിക്ക് മനസ്സിലാവുക.
ഫലിതത്തിൻ്റെ ധർമ്മം എന്ന് പറഞ്ഞാൽ മനസ്സിലാവാത്ത മലയാളിക്ക് വിറ്റിൻ്റെ ഹ്യൂമറിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ അത് വിമർശനമാണ്. ആ വിമർശനത്തിൻ്റെ കയ്പ് കഴിയുന്നത്ര കുറയ്ക്കാൻ പറ്റും തമാശാണെങ്കിൽ. ഇപ്പോൾ ബഷീർ വിമർശിക്കുന്നു, ആരും വിമർശിക്കുന്നു, ആരെയും വിമർശിക്കും. പക്ഷേ നിങ്ങൾക്ക് വർത്തമാനം പറയാൻ പോകുമ്പോഴേക്കും നിങ്ങളെ കൂടെ ചിരിച്ചു ചിരിക്കുമ്പോൾ നിങ്ങൾ ദുർബലനാണ്. കണ്ടോ, ഇപ്പോൾ മുസ്ലിങ്ങളുടെ ഇടയ്ക്കുള്ള മഹാകൊള്ളരായ്മകളൊക്കെ ബഷീർ കളിയാക്കി വിടും. അതിൻ്റെ ഇടയ്ക്ക് ചോദിക്കും, ആര് പൊൻകുരിശ് തോമ ചോദിക്കും, കർത്താവിനെ ക്രൂശിച്ചത് മരക്കുരിശിലാണ്, പള്ളിക്ക് എന്തിനാ പൊൻകുരിശ്? ഒറ്റ ചോദ്യം. ഇനി മലയാള ഭാഷ ഉള്ള കാലം വരെ ആ ചോദ്യം അവിടെ ഉണ്ട്. MN വിജയൻ മാഷ് പറഞ്ഞല്ലോ, ചോദ്യം ചോദിക്കുന്ന കുട്ടിയെ മാഷ് ക്ലാസ്സിൽ നിന്ന് പുറത്താക്കും, കുട്ടി പുറത്തേക്ക് പോവും, ചോദ്യം അവിടെ തന്നെ ബാക്കിയുണ്ടാവും. പൊൻകുരിശ് തോമയൊക്കെ പോവും, ഈ ചോദ്യം അവിടെ ബാക്കിയുണ്ടാവും. ഇത് കർത്താവിനെ ക്രൂശിച്ചത് മരക്കുരിശിലാണ്, പള്ളിക്ക് എന്തിനാണ് പൊൻകുരിശ്? അപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാണ്. ഈ ഇങ്ങനെ അനവധി, ഇപ്പോൾ VK-ൻ്റെ കാര്യമാണെങ്കിലും നമ്പ്യാരുടെ കാര്യമാണെങ്കിലും ഒക്കെ ഇതിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ ഫലിതം എന്ന് പറയുന്നത് ഇങ്ങനെ സാമൂഹ്യ വിമർശനം, അതുപോലെ ചില രാഷ്ട്രീയ രംഗങ്ങൾ, ചില ചിരി മാത്രമല്ല, ഇതൊരു വലിയ ആധ്യാത്മിക മാനമുള്ള ഒന്നാണ് എന്ന് നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ അറിയാം. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ബുദ്ധൻ തമാശ പറയും, സോക്രട്ടീസ് തമാശ പറയും, ക്രിസ്തു തമാശ പറയും, മുഹമ്മദ് നബി തമാശ പറയും, ഗാന്ധി തമാശ പറയും, നാരായണ ഗുരു തമാശ പറയും. ഇത് അവരുടെ, ഇപ്പോൾ പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോവാം, നാരായണ ഗുരു തമാശ ആയിട്ടല്ലാതൊരു കാര്യവും പറയില്ല. ഇപ്പം ഞാൻ അതിൻ്റെ ഒരു ഉദാഹരണം പറയാം. എനിക്കൊരു 10 ഉദാഹരണം ഇപ്പോൾ തോന്നുന്നുണ്ട്. അദ്ദേഹം തലശ്ശേരി ജഗന്നാഥ ടെമ്പിളിൽ പ്രതിഷ്ഠയൊക്കെ നടത്തി കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഐത്തജാതിക്കാർ എന്ന് വിളിക്കപ്പെടുന്ന എല്ലാവർക്കും പ്രവേശനം കൊടുക്കണം. അതുകൊണ്ട് ഇപ്പോൾ ഇന്നത്തെ ഭാഷയെ പറഞ്ഞാൽ ഈഴവന്മാർക്ക് മാത്രം പോരാ, ദളിതർക്കും പ്രവേശനം കൊടുക്കണം. അത് ഈഴവൻ സമ്മതിക്കില്ല, നിങ്ങൾക്ക് അറിഞ്ഞൂടെ? അവിടെ വരെ മതി സമത്വം ഏർപ്പാടുമൊക്കെ. നാരായണഗുരുവിന് ഇത് തിരിയില്ല, ഈ കളി തിരിയില്ല. അപ്പോൾ അവിടെ ഒരു സ്വാമി തൃപ്പാദങ്ങൾ അങ്ങനെ പറയരുത്, അങ്ങനെയാണ്, എന്താ കാര്യം, എന്താ പ്രശ്നം ചോദിച്ചു നാരായണഗുരു. അപ്പോൾ അവർ പറഞ്ഞു, ആളുകൾക്കത് മനസ്സിലായി വരണ്ടേ, 1 വർഷം കഴിഞ്ഞാൽ കൊടുക്കാം. നാരായണഗുരു പിന്നെ അങ്ങനെ ഒന്നും രണ്ടാമത് സംസാരിക്കില്ല. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ അവിടെ വീട്ടിലവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അവർ മഴ പെയ്തു, മഴ തോർന്നു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, വർഷം കഴിഞ്ഞല്ലോ, ഇപ്പോൾ കൊടുത്തൂടെ? ഗുരു ഇങ്ങനെയാണ്. അപ്പോൾ അദ്ദേഹം ഒരിക്കലും തീവണ്ടി പോവാണ്. അപ്പോൾ അപ്പുറത്തുള്ള കമ്പാർട്ട്മെൻറ്റിൽ, അല്ല ആ കമ്പാർട്ട്മെൻറ്റിൽ തൊട്ടപ്പുറത്ത് സീറ്റിലുള്ള ഒരാൾ വേറെ ഒരാളോട്, അദ്ദേഹം ഒരു നമ്പൂരിയാണ്, നമ്പൂരി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ മാതിരിയല്ല, അന്ന് പൂണൂലൊക്കെ ഉണ്ടാവുമല്ലോ, വേദാന്തം തർക്കിക്കുകയാണ്. അപ്പോൾ നാരായണഗുരു മിണ്ടിയില്ല. അപ്പോൾ ഈ നമ്പൂരി പറഞ്ഞ മുഴുവൻ വിഡ്ഢിത്ത. കുറച്ച് കഴിഞ്ഞപ്പോൾ നാരായണഗുരു തോന്നി, അദ്ദേഹം അങ്ങനെ എൻ്റെ ഇവിടെ നാളല്ല. അദ്ദേഹം ചോദിച്ചു, ഇങ്ങനെ ഒരു സംഗതി ഇല്ലേ, മറ്റേ വേദത്തിൽ ഇങ്ങനെ പറയുന്നില്ലേ, ഋഗ്വേദം ഇങ്ങനെയല്ലേ, ഉപനിഷത്ത് ഇങ്ങനെയല്ലേ എന്നൊക്കെ ചോദിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്പൂരിക്ക് പരിപരമായി. കാരണം ഈ മുമ്പിലിരിക്കുന്ന വിദ്വാൻ ആരാന്ന് മനസ്സിലാവണില്ല, ഒരു മുണ്ടും പോച്ചിങ്ങനെ. അപ്പോൾ നമ്പൂരി ചോദിച്ചു, എന്താ പേര്? നാരായണൻ. എന്താ ജാതി? അപ്പോൾ ഗുരു ചോദിച്ചു, ഇത്ര നേരം കണ്ടിട്ട് തിരിയാതെ തോന്നി, നീ കേട്ടാ തിരിയോ? ഇങ്ങനെ എപ്പോഴും നാരായണ ഗുരുവിൻ്റെ ഒരു പരിപാടി ഇങ്ങനെയാണ്. ഗാന്ധി ഇങ്ങനെയാണ്. ഗാന്ധി എഴുതിയൊരു വാക്യം ആത്മഹത്യയിൽ പറയാണ്, എൻ്റെ നർമ്മബോധം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞാൻ എന്നെ ആത്മഹത്യ ചെയ്തേനെ. അത് മഹാത്മാഗാന്ധി പറയുന്നത്. അപ്പോൾ അദ്ദേഹമാണെങ്കിൽ രാപ്പകൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, പടയെന്ന് ഇങ്ങനെ അടിക്കുന്ന ഒരാളാണ്. ബെർണാഡ് ഷാ കാണാൻ വന്നു. ബെർണാഡ് ഷാ അങ്ങനെ കൈ കൊടുക്കുമ്പോൾ പറഞ്ഞു, 2 great men are meeting. അപ്പോൾ ഗാന്ധി, ഹൂ ഈസ് ദി അതർ പേഴ്സൺ എന്ന് ചോദിച്ചു. ബെർണാഡ് ഷായോടാ. ഇതുപോലെ അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യൻ ഡൽഹിയിൽ നിന്ന് സബർമതിക്ക് പുറപ്പെടുകയാണ്. അപ്പം അയാൾ വൈകിപ്പോയി. അപ്പോൾ ഗാന്ധിയാണ് 1 മിനിറ്റ് വൈകാത്ത ആളാണ്. അപ്പം വൈകിട്ട് ട്രെയിൻ നഷ്ടപ്പെട്ട അയാൾ തിരിച്ചു വന്നിട്ട് ഗാന്ധിയോട് പറഞ്ഞു, ഞാൻ നാളെ പോയിക്കോളാം. അപ്പോൾ ഗാന്ധി പറഞ്ഞു, ഇന്ത്യയുടെ സ്വാതന്ത്ര്യം 1 ദിവസം വൈകിയാൽ നീ ആയിരിക്കും ഉത്തരവാദി. ഇങ്ങനെ എപ്പോഴും ഗാന്ധി സാധാരണ ട്രെയിനിലാണ് യാത്ര ചെയ്യുക. അപ്പോൾ ഒരു ദൂരം ഒരു സ്ഥലത്തേക്ക് പോകാണ്ട്, അവിടേക്ക് ട്രെയിനൊന്നുമില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത്, ഒരു ആരാധകൻ, ബാപ്പു ഇങ്ങനെ ബസ്സിലൊന്നും പോണ്ട,
അല്ല കാളവണ്ടി പോകാം, ഗാന്ധിക്ക് അത്രയേ ഉള്ളത്. ഗാന്ധി ഒരു തിരക്കുള്ള ആളല്ല കേട്ടോ. 20-ാം നൂറ്റാണ്ടിൽ ഇങ്ങനെ വാച്ചിൻ്റെ പുറത്ത് ജീവിച്ച ഒരാളുണ്ടാവില്ല. ഗാന്ധിയുടെ പ്രതീകം എന്ന് പറയുന്നത് ഈ വാച്ച ഉണ്ടല്ലേ. മരിക്കുമ്പോൾ ഗാന്ധി നിർഭാഗ്യവശാൽ 17 മിനിറ്റ് ലേറ്റായി പോരും. 5 മണിക്ക് പ്രാർത്ഥനായോഗത്തിന് എത്തണം. അവിടെ വല്ലഭായ് പട്ടേലും മകളും കൂടി വന്നിരുന്നു. ജവഹർലാൽ നെഹ്റുവും വല്ലഭായ് പട്ടേലും തർക്കം മദ്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഗാന്ധി 5 മണി ആയപ്പോൾ ഇവർക്ക് ഇതിൻ്റെ പ്രാധാന്യം ആലോചിച്ചിട്ട് ഇവരിതൊന്നും കാണിച്ചില്ല. അപ്പോൾ ഗാന്ധി അന്ന് ആഭ ഗാന്ധി, അദ്ദേഹത്തിൻ്റെ കസിൻ്റെ മകൻ കനു ഗാന്ധിയുടെ ഭാര്യയാണ്. കനു ഗാന്ധിയാണ് ഗാന്ധിയുടെ നമ്മളറിയുന്ന പല ചിത്രങ്ങളും ഫോട്ടോകളും എടുത്ത് വലിയ ക്യാമറമാനാണ് കനു. അപ്പോൾ അവളോട് പറഞ്ഞു, നീയാണ് എൻ്റെ സമയത്തിൻ്റെ കാവൽക്കാരി, നീയാണ് ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെയാണ് 5:17 ഗോഡ്സെ വെടിവെച്ച് കൊല്ലുന്നത്. അപ്പോൾ ഗാന്ധിക്ക് സമയം, അപ്പോൾ ഒരു ഫോർഡ് കാറുണ്ട്, ഞാൻ അതിൽ കൊണ്ടാക്കാം. അപ്പോൾ ഗാന്ധി അവസാനം സമയമുണ്ട് ഗാന്ധിക്ക് സംഭവിച്ചു. കുറേ അങ്ങോട്ട് വന്നപ്പോൾ ഈ ഫോർഡ് കാർ കേടായി. അവിടെ ഫിറ്റർമാരൊന്നുമില്ല, ഓട്ടോമൊബൈൽസ് ഒന്നുമില്ല. അപ്പോൾ ഒരു കാളവണ്ടി കെട്ടി വലിക്കുകയാണ്. അപ്പോൾ ഗാന്ധി പറഞ്ഞു, ഇപ്പോൾ ശരിക്കും ഓക്സ്ഫോർഡായി. ആർക്കും ദേഷ്യം വരുന്നൊരു ഘട്ടത്തിലാണ്. കാരണം ഇയാൾ ലണ്ടനിൽ പഠിച്ച ഇപ്പോൾ ഓക്സ്ഫോർഡായി. ഇതാണ് ഗാന്ധിയുടെ രീതി എന്ന് പറയുന്നത്. കാരണം അപ്പോൾ എന്താ വെച്ചാൽ ഇതിൻ്റെ പ്രശ്നം, ഇതിൻ്റെ മേലെ നിൽക്കുന്ന ആളുകൾക്ക്, ഇപ്പോൾ വിവേകാനന്ദൻ നിരന്തരം തമാശ പറയും. അപ്പോൾ അദ്ദേഹം തമാശ പറയുന്നതിനെപ്പറ്റി ശിഷ്യന്മാർക്ക് വലിയ പരാതിയായിരുന്നു. സ്വാമികൾ ഇങ്ങനെ തമാശ പറയരുത്, എന്താണ് ഗൗരവം പോയിപ്പോൾ. അപ്പോൾ വിവേകാനന്ദൻ പറഞ്ഞു, എനിക്ക് സ്ഥിരമായിട്ട് പള്ളവേദന ഉണ്ട് കേട്ടോ. വിവേകാനന്ദൻ പറഞ്ഞു, എനിക്ക് പള്ളവേദന വരുമ്പോൾ മാത്രമേ ഗൗരവം ഉണ്ടാവുള്ളൂ, അല്ലാത്തപ്പോൾ. അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ആനന്ദ സ്വരൂപൻ്റെ മക്കളാണ് നമ്മൾ എന്തിന് വിഷമിച്ചും വിഷാദിച്ചും ഇരിക്കണം, ചിരിക്കും. അപ്പോൾ ഗാന്ധി ഉടനീളം അങ്ങനെ ഒരു പുസ്തകം തന്നെ ഞാൻ വായിച്ചിട്ടുണ്ട്, സ്മൈൽ വിത്ത് ഗാന്ധി. അത് അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിലുണ്ടായിരുന്ന അതിൻ്റെ പേര് ചിദാനന്ദൻ അങ്ങനെ കണ്ട, സ്മൈൽ വിത്ത് ഗാന്ധി. ഗാന്ധിയുടെ അത് വളരെ പ്രസിദ്ധമാണ്. ഗാന്ധിയുടെ നിങ്ങൾ കേട്ട തമാശ വന്നു. 1931 ഗാന്ധി 2ാമത്തെ വട്ടമേ സമ്മേളനത്തിൽ ചെല്ലുകയാണ്. അപ്പോൾ അവിടെ അദ്ദേഹം താമസിക്കുന്നത് ഈസ്റ്റ് ലണ്ടനിൽ കിങ്സ്ലി ഹാൾ എന്നൊരു ഹോട്ടലാണ്. സാധാരണ അദ്ദേഹത്തിന് വലിയ ഹോട്ടൽ കയറുമ്പോൾ അദ്ദേഹം അങ്ങോട്ട് പോയില്ല. അവിടെ അദ്ദേഹത്തെ കാണാൻ വരും ചാർലി ചാപ്ലിൻ. അപ്പോൾ ചാപ്ലിൻ വന്ന് കാണാൻ സമയം, അപ്പോൾ ഗാന്ധിക്ക് ഇതാരാന്ന് അറിയില്ല. ചാപ്ലിൻ ഗാന്ധി കേട്ടില്ല, ഗാന്ധി സിനിമ ഒന്നും കാണാറില്ല. 31 കേട്ടോ. അപ്പോൾ മഹാദേവ് ദേശായിൻ്റെ കൂടെ അദ്ദേഹം പറഞ്ഞു, ബാപ്പു അങ്ങനെയല്ല, അദ്ദേഹം വലിയ പ്രസിദ്ധനായ സംവിധായകനാണ്, നടനാണ്, നമ്മൾ സമയം എന്നാൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ വന്നിട്ട് പിന്നെ ഞാൻ വായിക്കുകയാണ്, ഈ കണ്ട നേരം മുഴുവൻ ഗാന്ധി പറഞ്ഞ തമാശ കേട്ട് ചാപ്ലിൻ ചിരിക്കുകയായിരുന്നു എന്ന്. അവിടെ ഇപ്പോൾ ഈസ്റ്റ് ലണ്ടനിൽ ഗാന്ധി ചാപ്ലിൻ പാർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാ? ഇവർ തമ്മിൽ കണ്ടതിൻ്റെ ഓർമ്മ നിലനിർത്താൻ വേണ്ടി. ഇതുപോലെ മുഹമ്മദ് നബി ഒരു തമാശ പറയുന്നു, സാറിന് ആൾ വിചാരിക്കില്ല. ഇത് പറഞ്ഞതിന് ഇപ്പം ഇവിടെ കലാപുണ്ടാകാൻ വകുപ്പുണ്ട് കേട്ടോ. കുറച്ച് കലാപൊക്കെ ഉണ്ടായിക്കോട്ടെ പക്ഷേ മനുഷ്യൻ തമാശ പറഞ്ഞിട്ട് ഇനി തല്ലുകൊള്ളാം. മുഹമ്മദ് നബി പലപ്പോഴും വളരെ തമാശ പറയുന്ന ആളാണ്. അപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. ഇങ്ങനെ അദ്ദേഹം ശിഷ്യന്മാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിറകുന്ന ആരോ പറഞ്ഞു, പാമ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവരോടും. ഇപ്പം നബി അവിടെ സ്വസ്ഥനായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ വടിയും ഭാര്യയൊക്കെ എടുത്ത്, അപ്പോൾ പാമ്പ് രക്ഷപ്പെട്ടു. അപ്പോൾ നബി എന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, പാമ്പിൻ്റെ ശല്യത്തിൽ നിന്ന് നിങ്ങളും നിങ്ങളുടെ ശല്യത്തിൽ നിന്ന് പാമ്പും രക്ഷപ്പെട്ടു. അപ്പോൾ അദ്ദേഹം ഒരിക്കൽ ഈത്തപ്പഴം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈത്തപ്പഴത്തിൻ്റെ കുരുവൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രിയ സുഹൃത്ത് അബൂബക്കർ സിദ്ദീഖിൻ്റെ മുമ്പിലിട്ട് സുപ്രയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. എണീറ്റപ്പോൾ നബി ചോദിച്ചു, ഓ അബൂബക്കർ, നിങ്ങൾ എത്ര ഈത്തപ്പഴമാണ് കഴിച്ചത്? അപ്പോൾ അബൂബക്കർ പറഞ്ഞു, ഞാൻ ഈത്തപ്പഴമല്ലേ കഴിച്ചത്, നിങ്ങൾ കുരുവും കൂടി കഴിച്ചറിഞ്ഞല്ലോ. പണ്ട് ഞാൻ കേട്ടതാണ്, ഞാൻ കണ്ടിട്ടില്ല. നബിയുടെ തമാശകൾ എന്നൊരു പുസ്തകം തന്നെ എനിക്ക് അന്വേഷിച്ചിട്ട് കിട്ടിയില്ല. ഇനിയിപ്പോൾ അതിന് വലിയ. അപ്പോൾ എപ്പോഴും ക്രിസ്തു ആണെങ്കിൽ വളരെ തമാശ പറയും. ഒരിക്കൽ ക്രിസ്തുവിൻ്റെ കൂടെയുള്ള ആളുകളൊന്നും ഭക്ഷണം കഴിക്കാൻ നേരത്ത് കൈ എഴുതുന്നില്ല, ഒരു വൃത്തിയില്ലാത്ത ആളുകളാണ്. അപ്പോൾ ക്രിസ്തു പറഞ്ഞു, വൃത്തി വേണ്ടത് വായിലേക്ക് പോകുന്നതിനേക്കാൾ വൃത്തി വേണ്ടത് വായിൽ നിന്ന് പുറത്തേക്ക് വരുന്നതിനാണ്. അത് വാക്കാണല്ലോ, അത് മറ്റുള്ളവരുടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നുവല്ലോ. അപ്പോൾ ഇതിനാ വൃത്തി വേണ്ടത്? ഇങ്ങനെ അങ്ങോട്ട് പോകുന്നതിനാണോ പുറത്തേക്ക് വരുന്നതിനാണോ? ബുദ്ധനാണെങ്കിൽ സത്യം പറഞ്ഞാൽ
തഥാഗത മന്ദസ്മിതം എന്ന് രാമേന്ദ്രൻ മാഷ് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ അജന്ത എന്നുള്ള കവിത സമാപിക്കുന്ന വരി പറയും. തഥാഗതൻ അങ്ങനെ പോയവെന്ന ബുദ്ധൻ്റെ പ്രസിദ്ധമായ പേരാ തഥാഗതൻ. അപ്പോൾ അത് എപ്പോഴും മുഖത്തൊരു ചിരി. നിങ്ങൾ ബുദ്ധൻ്റെ ഏത് ഇത് നോക്കിയാലും മുഖത്തൊരു ചിരി ഉണ്ടാവും. അപ്പോൾ ബുദ്ധനോട് നിങ്ങൾ എന്ത് ചോദിച്ചാലും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം ദൈവം ഉണ്ടോയെന്നാണ്. അപ്പോൾ അദ്ദേഹം പറയും എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് അറിഞ്ഞു. വേറെ സംശയം ചോദിക്കും, അങ്ങ് എന്തുകൊണ്ടാണ് അവരോട് പറയാത്തത്, ദൈവമുണ്ടോ? ബുദ്ധൻ പറയും നിങ്ങൾ ഈ പറയുന്ന സർവജ്ഞനും സർവ്വവ്യാപിയും സർവശക്തനും ആയ ഒരു ദൈവം ഉണ്ടെങ്കിൽ അത് എൻ്റെ ഈ ചെറിയ തലയിൽ കൊള്ളൂല, അതുകൊണ്ട് ഞാനത് ആലോചിക്കുന്നില്ല. വീണ്ടും ആൾക്കാർക്ക് വേറെ ഒന്നും ചോദിക്കാനില്ലല്ലോ. ഒരു ദിവസം ഒരാൾ രാവിലെ വന്നിട്ട് പറഞ്ഞു ദൈവമുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് അയാൾ പോകുമ്പോൾ ബുദ്ധൻ പറയും ദൈവമുണ്ട്. ഉച്ചയ്ക്ക് ഒരാൾ വന്നു, അയാൾ പറയും ദൈവമല്ല. വൈകുന്നേരം അയാൾ പോകുമ്പോൾ ബുദ്ധൻ പറയും ദൈവമല്ല. വൈകുന്നേരം ഒരാൾ വന്നാൽ പാതിര വരെ തർക്കിച്ചു, അയാൾ പറഞ്ഞു ദൈവം ഉണ്ടോ എന്ന് മനുഷ്യന് അറിയാൻ കഴിയില്ല. ബുദ്ധൻ പറഞ്ഞു അറിയാൻ കഴിയില്ല. അപ്പോൾ ശിഷ്യന്മാർക്ക് അത്ഭുതപ്പെട്ടു, ഇത് എന്ത് ഗുരുവാണ്. അപ്പോൾ ഇവർക്ക് ഉറങ്ങാൻ പറ്റില്ല. അപ്പോൾ ഇവരൊന്ന് ചോദിച്ചു, ഞങ്ങൾ അങ്ങയോട് സംശയം ചോദിക്കും, അല്ല അങ്ങ് ഒരാളോട് ദൈവം ഉണ്ടെന്ന് പറഞ്ഞു, വേറെ ആളോട് ദൈവമില്ല എന്ന് പറഞ്ഞു, വേറെ ആളോട് ദൈവം ഉണ്ടോ എന്ന് അറിയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇതെന്താ ഇത്, ഞങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? മനസ്സിലാക്കാനൊന്നുമില്ല. ദൈവം ഉണ്ടെന്ന് വിചാരിക്കുന്നതിന് ദൈവമുണ്ട്, ദൈവമില്ല എന്ന് വിചാരിക്കുന്നതിന് ദൈവമില്ല. ദൈവം ഉണ്ടോ അല്ലേന്ന് അറിയാൻ പറ്റില്ല, അറിയാൻ പറ്റില്ല. അത്രയേ ഉള്ളൂ. അത് അത്ര സിമ്പിളാണത്, അത്ര ലളിതമാണത്. നിങ്ങൾ ഈ കൊടുക്കുന്ന എന്താണ്, എങ്ങോട്ടാണ് ഈ ലാഘവം എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. ഒന്ന് കേട്ടോ, നമ്മൾ ആരും ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു ആണല്ലോ. ഇനി കുറച്ച് കഴിയുമ്പോൾ ഇപ്പം എൻ്റെതാണെങ്കിൽ ആരുടെയാണെങ്കിൽ അടുത്ത മിനിറ്റ് ആവാം, അടുത്ത 10 മിനിറ്റ് ഓലം കഴിഞ്ഞിട്ടാവാം. ഇപ്പോൾ ചിലരുടെ മനസ്സിലൊരു ചോദ്യമുണ്ട്, എനിക്ക് എത്ര വയസ്സായി. OV വിജയൻ്റെ ഖസാക്കിൽ പറയുന്നുണ്ട്, ചുക്കുർ റാവുത്തർ മൈമൂനെ കെട്ടാൻ വേണ്ടി ചമഞ്ഞു പിടിച്ച് പോവാണ്. അപ്പോൾ വിജയൻ പറയണം, വയസ്സ് 50 ആണെങ്കിലും 60 തോന്നിച്ചിരുന്നുള്ളൂ എന്ന മാതിരി എനിക്ക് 73 ആണെങ്കിലും 83 തോന്നിക്കുന്നുള്ളൂ എന്ന് എനിക്കറിയാം. അപ്പം നമ്മളില്ലാത്തൊരു കാലം വരെ. അത്ര ലളിതമാണിത്, അത്ര ലളിതമാണ്. അപ്പോൾ ഇത് നിങ്ങളിതൊന്നും, ഞാനും നിങ്ങളൊന്നും ഇതൊന്നും ഉണ്ടാക്കാൻ പോകില്ല. അപ്പോൾ നമ്മളൊന്നും ചിരിക്കൂല, ഇവിടെ ഇങ്ങനെ ടൈറ്റാക്കി വെച്ചിരിക്കുക. വെളിച്ചെണ്ണട്ട് ഒഴിഞ്ഞാൽ ലക്ഷദ്വീപിൽ പോവാം, ഒരു ഉദാഹരണം പറയാം. അവിടെ ആരെ കണ്ടാലും ചിരിക്കും, വർത്താനം പറയും, ചായ പിടിച്ചിട്ട് പോകാമെന്ന് പറയും. അപ്പോൾ നിങ്ങളായ അമ്പരക്കും, ഞാൻ അമ്പരന്നാ. നമ്മൾ ഇയാൾ എവിടുന്നാണ് പരിചയപ്പെടും? അവർക്ക് പരിചയമൊന്നും വേണ്ട സംസാരിക്കാൻ. കുഞ്ഞുപാത്തമ്മയ്ക്ക് പരിചയമൊന്നും വേണ്ട. കുഞ്ഞുപാത്തമ്മ വിചാരിക്കുന്നത് കുരുവിയുടെ ഭാഷയാണ് മലയാളം എന്നാ. അവൾ കുരുവി എന്നല്ല പറയാ, കെട്ടിയോൻ കുരുവി, കെട്ടിയോള് കുരുവി എന്ന് പറയും. കെട്ടിയോൻ കുരുവി, കെട്ടിയോള് കുരുവിനെ ഒത്തിക്കൊല്ലാൻ പോയി എന്നാണ് അല്ലേ. എല്ലാ വീട്ടിലും ഇല്ല, നിങ്ങളുടെ വീട്ടിലല്ല, അടുത്ത വീട്ടിൽ നടക്കുന്ന അതാ നിങ്ങൾക്കറിയാലോ. നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ നടക്കുന്നില്ല, തൊട്ടടുത്ത വീട്ടിൽ അങ്ങനെ നടക്കുന്നുണ്ട്. ഏത്? കെട്ടിയോൻ കുരുവി, കെട്ടിയോള് കുരുവിനെ ഒത്തിക്കൊല്ലാൻ പോകും. അവരോട് മലയാളത്തിൽ സംസാരിക്കും കുഞ്ഞുപാത്തുമ്മ. അണ്ണാനോട് പറയും, പറഞ്ഞാൽ കേൾക്കുകയില്ല. ബഷീറിന് അങ്ങനെ ഈ മലയാളം എന്ന് പറയുന്നത് പൂവിനോടോ അണ്ണാനോടോ നായയോടോ ആടിനോടോ ഒക്കെ സംസാരിക്കാവുന്ന മലയാളമാണ്. ആട് പുസ്തകം തിന്നുമ്പം ബഷീർ പറയും നന്നായി, ശബ്ദങ്ങൾ തിന്നാൻ ധൈര്യം ഉണ്ടോന്ന്. പിന്നെ പുതപ്പ് തിന്നാൻ തുടങ്ങിയാൽ പറഞ്ഞു, ഹേയ് അജസുന്ദരി അത് തിന്നരുത്, അതിൻ്റെ കോപ്പി വേറെ ഇല്ല. ആത്മപരിഹാസത്തിൻ്റെ അതാ, പരിഹാസത്തിൻ്റെ ഏറ്റവും മുന്തിയ രൂപം എന്ന് പറയുന്നത് ആത്മപരിഹാസമാണ്. അപ്പോൾ ബുദ്ധൻ ഈ ദൈവത്തെ പറ്റി ഇങ്ങനെ തമാശ പറയും. തമാശ വരുമ്പോൾ ഒരിക്കലും ബുദ്ധൻ സീരിയസ് ആയിട്ട് പറഞ്ഞത്, എനിക്ക് ദൈവത്തിൻ്റെ നിഗൂഢതയെ പറ്റി യാതൊരു ആധിയുമില്ല, മനുഷ്യൻ്റെ ദുരിതങ്ങളെ പറ്റിയാണ് എൻ്റെ ആധീനം. ഐ എം നോട്ട് വറീഡ് അബൌട്ട് ദി മിസ്റ്ററി ഓഫ് ഗോഡ്, ഐ എം വറീഡ് അബൌട്ട് ദ മിസറീസ് ഓഫ് മാൻ. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അതാണല്ലോ നടക്കണമില്ലേ. എല്ലാ പ്രശ്നവും തീരും. ഒരു അമ്പലം ഉണ്ടായാൽ മതി, ഒരു പള്ളി ഉണ്ടായാൽ മതി, ഒരു ചർച്ച് ഉണ്ടായാൽ മതി, തീർന്നല്ലോ. കാരണം വയറ് വിശക്കുന്നുണ്ട്, നമ്മുടെ കുട്ടിയൊക്കെ വിദ്യാഭ്യാസം കിട്ടുന്നില്ല, നമ്മുടെ പെണ്ണുങ്ങൾക്ക് മാനമായിട്ട് ജീവിക്കാൻ പറ്റുന്നില്ല, നമുക്ക് ചികിത്സയില്ല, നമുക്ക് പാർപ്പിടമില്ല, ഒന്നുമില്ല. ഈ ഇല്ലായ്മയൊക്കെ തീർന്നു കിട്ടും. എന്താണ്? ദൈവാധിപത്യം വന്നാൽ മതി. ഇപ്പം ജനാധിപത്യത്തിൽ നിന്ന് ദൈവാധിപത്യത്തിലേക്ക്, ഡെമോക്രസിയിൽ നിന്ന് തിയോക്രസിയിലേക്ക് പോകുമ്പോൾ ആദ്യം നഷ്ടപ്പെടുന്ന സാധനം ചിരിയാണ്. ചിരിയാണ്. ജനാധിപത്യത്തിൻ്റെ ഒരു പണിയാണ് ചിരി. ആണ് ഞാൻ പറഞ്ഞത്. ജനാധിപത്യത്തിൻ്റെ കഴിഞ്ഞ് ചിരിക്കാൻ പറ്റുള്ളൂ. ഇപ്പം 2024 ലോക്സഭ എല്ലാം കഴിഞ്ഞ് ചിരിക്കണോ വേണ്ട? ഇതിപ്പോൾ എൻ്റെ ഒരുക്കത്തെ ഒടുക്കത്തെ പ്രസംഗമായിരിക്കും കേട്ടോ, ചിരിയെ പറ്റിയുള്ള പറയാൻ പറ്റില്ല. എങ്ങനെ പറയുന്നു? എങ്ങനെ പറയും? അപ്പോൾ
നമ്മൾ നമ്മുടെ വലിയ സൂഫിമാർ നിരന്തരം ചിരിക്കും. അവരുടെ ഇടയ്ക്ക് ഒരു ചൊല്ലുണ്ട്, ചിരിയില്ലേ സൂഫിയില്ല, ചിരിയില്ലേ സൂഫിയില്ല. അവനവനെ കളിയാക്കും, മറ്റുള്ളവരെ കളിയാക്കും. അപ്പം അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് മുല്ല നാസറുദ്ദീൻ. മുല്ല നാസറുദ്ദീൻ്റെ ഒരു തമാശയാണ്. അദ്ദേഹം റോഡിൽ ഇങ്ങനെ എന്തോ തെരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ വന്നവർ ചോദിച്ചു, മുല്ല എന്ത് പറ്റി? ഒന്നുമില്ല, എൻ്റെ ഒരു സൂചി ഇവിടെ കളഞ്ഞു പോയി. അപ്പോൾ അയാളും കൂടി തപ്പാൻ. കുറേ കഴിഞ്ഞപ്പോൾ അയാൾ ചോദിച്ചു, ഇത്രയൊക്കെ തെരഞ്ഞെടുത്ത് കാണുന്നില്ലല്ലോ, ഇത് എവിടെയാ സൂചി പോയത്? സൂചി പോയത് വീടിനകത്താ. പിന്നെ എവിടെ തപ്പുന്നു? അവിടെ വെളിച്ചല്ല. എവിടെയാ വെളിച്ചമുള്ളത്? നിങ്ങളൊരു കാര്യം അന്വേഷിക്കുന്നത് നിങ്ങൾക്ക് സൗകര്യമുള്ളിടത്താ. ആ നാസറുദ്ദീൻ, നിങ്ങളുടെ വിഡ്ഢിത്തം, നിങ്ങളുടെ കൊള്ളരായ്മ, നിങ്ങളുടെ പിടിപ്പുകേട്, നിങ്ങളുടെ പരിഹാസ്യത അഭിനയിച്ച് കാണിക്കും. അപ്പം മുല്ലോട് ചോദിച്ചു, എത്ര വയസ്സായി? 40 വയസ്സായി. നിങ്ങൾ 2 കൊല്ലം മുമ്പ് തന്നെയാണ് പറഞ്ഞു, നിനക്കറിഞ്ഞൂടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വാക്ക് മാറാറില്ല. വാക്ക് പാലിക്കുന്ന ആളാണ് മുല്ല നാസറുദ്ദീൻ. അതായത് ഇവരൊക്കെ സൂഫികളൊക്കെ എപ്പോഴും, കാരണം ഇതിൻ്റെ നിസ്സാരത അവർക്കറിയാം. അതാണ് ഈ ചിരിയുടെ അടിസ്ഥാനം. എന്താണ്? ഈ അധികാരത്തിൻ്റെ, പണത്തിൻ്റെ, അഹങ്കാരത്തിൻ്റെ, നിങ്ങളുടെ സുഖഭോഗങ്ങളുടെ, നിങ്ങളെപ്പറ്റി മീനുകൊള്ളുന്ന എല്ലാത്തിൻ്റെയും വലുപ്പം എത്രയേ ഉള്ളൂ എന്ന് ഇവർക്കൊക്കെ അറിയാം. സോക്രട്ടീസിന് അറിയാം. ക്രിസ്തുവിന് 400 കൊല്ലം മുമ്പ് വിഷം കുടിച്ച് കൊല്ലാൻ വിധിക്കപ്പെട്ട ഒരുത്തനാണ്. എന്താ കുറ്റം എന്നറിയോ? ബ്ലാസ്ഫമി. എന്താ ബ്ലാസ്ഫമി എന്ന് പറഞ്ഞത്? ദൈവനിന്ദ. ദൈവനിന്ദ ഇന്ത്യയിൽ ഇപ്പോൾ കുറ്റമല്ല. 2024 ഇലക്ഷൻ കഴിഞ്ഞിട്ട് വരാൻ പോകുന്ന ഒരു നിയമം ദൈവനിന്ദ ഒരു കുറ്റമായിട്ട് പ്രഖ്യാപിക്കുന്നതായിരിക്കും. ഇന്ത്യയിൽ അങ്ങനെ ഉണ്ടായിട്ടേ ഇല്ല. ദൈവത്തെ കളിയാക്കാം. ഒ വി വിജയൻ എപ്പോഴും പറയും, ദൈവത്തെ മക്കാറാക്കാനുള്ള സ്വാതന്ത്ര്യമാണ് വേണ്ടത്. അയ്യപ്പണിക്കർ പറയുന്നത് എന്താണ്? ചീത്തകൃതി എഴുതാനുള്ള സ്വാതന്ത്ര്യമാണ് വേണ്ടത്. അപ്പം ഞാൻ എന്താ സാർ അങ്ങനെ പറഞ്ഞു? എന്താ കാര്യം ശരി, ഇന്നലെ ഇടയ്ക്ക് നമുക്ക് നല്ല കൃതി എഴുതാൻ പറ്റുള്ളൂ. പണിക്കർ ചാക്യാരാണല്ലോ. പണിക്കർ ഇങ്ങനെ നിരന്തരം അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയാണ്, സാധുവാം എന്നെ നീ കാക്കുമാറാകണം എന്നാണ് പന്തളം കേപ്പി എഴുതി. അദ്ദേഹം പറഞ്ഞ് ബോറനാം എന്നെ നീ കാക്കുമാറാകണം. പണിക്കർ നിരന്തരം. അപ്പോൾ നമ്മുടെ ഭാഷയിലെ പ്രധാനപ്പെട്ട ഒരു ചാക്യാർ അയ്യപ്പണിക്കരാണ്. അദ്ദേഹത്തിൻ്റെ നാടാണ് ഇവിടെ. അപ്പോൾ എപ്പോഴും ഇപ്പോൾ ഞാൻ ഓർക്കുന്നൊരു കാര്യം, എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റി എൻ്റെ കാല് മുറിഞ്ഞു പോയത്. കാല് മുറിഞ്ഞ് പിന്നെ മരണം വരെ അദ്ദേഹം എന്നെ കാലശ്ശേരി എന്നല്ലാതെ വിളിച്ചിട്ടേ ഇല്ല. കാരണം അവൻ്റെ കാല് ശരിയല്ല, അതുകൊണ്ട് അവൻ കാലശ്ശേരിയാണ്. എപ്പോഴും ജോൺ എബ്രഹാം. അപ്പം അദ്ദേഹത്തിന് ഫോൺ ചെയ്യാം. അപ്പോൾ അങ്ങോട്ട് ചെല്ലാൻ വേണ്ടി, പണിക്കർ സാർ കാണാൻ വേണ്ടിയാണ്. സർ ഞാനിങ്ങനെ ജോൺ എബ്രഹാമാണ്. എന്താ ഫോൺ എബ്രഹാം വിശേഷം? അപ്പോൾ ജോൺ പറഞ്ഞു, അയ്യോ ഞാൻ കുടിച്ചിട്ട് സാറിനെ കാണാൻ പോകില്ല. അവരുടെ കേരള യൂണിവേഴ്സിറ്റിയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷിൻ്റെ ഡയറക്ടറാണ്, പ്രസിദ്ധനായ പണ്ഡിതനാണ്, പ്രസംഗകനാണ്, എഴുത്തുകാരനാണ്, പരിഭാഷകനാണ്. അദ്ദേഹം എന്തല്ല. അപ്പോൾ അങ്ങോട്ട് പോണ വഴിക്ക് കുടിച്ചിട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെ കുടിച്ചപ്പം ജോൺ ഇത് മറന്നുപോയി, ഏത് സാറിൻ്റെ അടുത്തേക്കാണ് പോണേ. അപ്പോൾ വഴിയിൽ വീണാകെ ബോറായി. അന്ന് പോകാൻ പറ്റില്ല. സാറിനെ വിളിച്ച് പറഞ്ഞു. പിന്നെ ആരും എന്ന് പറഞ്ഞു, സാർ ജോൺ ഇങ്ങനെ വരുന്നില്ല, സാറ് വെയിറ്റ് ചെയ്യുന്നു. അങ്ങനെ പിറ്റേന്ന് ജോൺ ചെല്ലുകയാണ്. അപ്പോൾ പണിക്കർ സാർ ചോദിക്കുകയാണ്, എന്താണ് വീണബ്രഹാം വിശേഷം? വാക്കിങ്ങനെ പൊളിക്കാന്ന് പറഞ്ഞത് ഒരു രക്ഷയില്ല. അപ്പോൾ ഇതിങ്ങനെ, അപ്പോൾ ഒരു ചോദ്യമുള്ളത്, നിങ്ങൾ ജീവിതത്തിൻ്റെ നിസ്സാരത, നിഷ്ഫലത ആണ്. ജീവിതം നിസ്സാരവും നിഷ്ഫലവും നിർലക്ഷ്യവുമാണ് എന്ന് തിരിച്ചറിയുമ്പം ഉണ്ടാവുന്ന ഒരു ചിരിയുണ്ട്. അതാണ് ബഷീറിലൊക്കെ കാണുന്ന ഈ ചിരി, കുഞ്ചൻ നമ്പ്യാരിലൊക്കെ കാണുന്ന ചിരി അതാ. അപ്പോൾ കുഞ്ചൻ നമ്പ്യാർ ഇപ്പോൾ ആലോചിച്ച് നോക്കും, ഇന്നാണെങ്കിൽ എന്താ സ്ഥിതി. അപ്പോൾ പഞ്ചസാര പാൽപ്പായസം കഴിക്കുന്നു എന്ന് രാജാവ് പറഞ്ഞാൽ എല്ലാവരും കഴിക്കുന്നു പറഞ്ഞ് മാറ്റി വെക്കും. നമ്പ്യാർ അത് കഴിക്കും. എന്താണ്? അടിയന് പാൽപ്പായസത്തിൻ്റെ കയ്പ്പ് ഇഷ്ടമാണ് എന്നാണ്. തീർന്നല്ലോ പ്രശ്നം. അങ്ങനെ രാജാവിനെതിരായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ പാൽപ്പായസം കുടിച്ചു. അപ്പോൾ ഇനിയൊരു ചോദ്യമുള്ളത്, ഇങ്ങനെ നിങ്ങൾ ആരെയാണ് കളിയാക്കുന്നത്? എന്തിൻ്റെ പേരിലാണ് കളിയാക്കുന്നത്?
നിങ്ങൾ സ്ത്രീയെ കളിയാക്കുന്നുണ്ടോ? നിങ്ങൾ മുസ്ലിങ്ങളെ കളിയാക്കുന്നുണ്ടോ? നിങ്ങൾ നമ്പൂരിമാരെ കളിയാക്കുന്നുണ്ടോ? നിങ്ങൾ നീഗ്രോകളെ കളിയാക്കുന്നുണ്ടോ? അതിനിപ്പോഴും പുതിയ വാക്കുണ്ട്. എന്താണത്? പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്. ഇംഗ്ലണ്ടിൽ ഇപ്പോൾ യൂറോപ്പിലൊക്കെ വളരെ പ്രചാരം നേടിയ കാര്യം. അപ്പോൾ ഒരു ഫലിതത്തിൻ്റെ അർത്ഥം എന്താണ്? അതിനൊരു അർത്ഥമേ ഉള്ളൂ, മറ്റേയാളെ കളിയാക്കിച്ചിരിക്കാൻ. അത് വലിയ ആളുകൾ, ഇപ്പോൾ VKN അല്ലെങ്കിൽ ഇപ്പോൾ VKN ഒരു കത്തെഴുതുകയാണ് സാഹിത്യ അക്കാദമി സെക്രട്ടറിക്ക്. എന്താ കത്ത്? എനിക്ക് പാലക്കാട് നിന്ന് ഇവിടേക്കുള്ള യാത്രപ്പടി വർദ്ധിപ്പിച്ചു തരണം, ഇല്ലെങ്കിൽ പാലക്കാട് നിന്ന് തൃശ്ശൂരേക്കുള്ള ദൂരം കുറച്ച് തന്നാലും മതി. അക്കാദമിയല്ലേ. തിക്കോടിയനെ കത്തെഴുതുക. ശ്രീ തിക്കോടിയൻ, ആകാശവാണി കോഴിക്കോട് 1 ബ്രാക്കറ്റിൽ ഏറിയാൽ 2. ഓരോ നിമിഷത്തിലും VKN ആരെ കളിയാക്കും? ആരെയും കളിയാക്കും. അപ്പോൾ ഈ കളിയാക്കാൻ വരുമ്പോൾ നിങ്ങൾ രാജാവിനെ കളിയാക്കിയോ, സവർണനെ കളിയാക്കിയോ, അവർണനെ കളിയാക്കിയോ, സ്ത്രീയെ കളിയാക്കിയോ, ദളിതനെ കളിയാക്കിയോ. അപ്പോൾ ദളിതനെ കളിയാക്കി ചിരിക്കാൻ പാടില്ല. വലിയ പ്രശ്നമാണ്. ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാണ്. കാരണം നമ്മളിപ്പോൾ സ്ത്രീവിരുദ്ധമായി അനേകം കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മുടെ ചൊല്ലുകളിൽ, നമ്മുടെ കടങ്കഥകളിൽ, നമ്മുടെ ശൈലികളിലൊക്കെ പെൺബുദ്ധി പിൻബുദ്ധി അറിയാലോ. അത് സത്യം നിങ്ങൾക്കറിയാലോ. ആർക്ക്? പെണ്ണുങ്ങൾക്കറിയാം. പെണ്ണുങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടാകും. അത് പെണ്ണുങ്ങൾക്കാണ് അറിയേണ്ടത്. ഞാൻ പറഞ്ഞത്. കാരണം നമ്പൂരി കൈത്താവാതിരിക്കാൻ വേണ്ടി ഓടുന്നത് നമ്പൂരിയല്ല, ചെറുമനാ. കണ്ടോ? ആ ഓടുന്ന പണിയും കൂടി ചെറുമനെ ഏൽപ്പിച്ചിരിക്കുക. ഒച്ചാട്ടുന്ന പണിയാർക്കാ? ചെറുമനാ. കണ്ടോ? അപ്പം ജനാധിപത്യത്തിൻ്റെ ഒരു വലിയ തമാശ, ജനാധിപത്യത്തെ അതിനെതിരായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാ. ഇപ്പം ജനാധിപത്യം ഉപയോഗിച്ചിട്ടാണ് ജനാധിപത്യ വിരുദ്ധമായി 22-ൽ മുസോളിനി ഇറ്റലിയിലും 33-ൽ ഹിറ്റ്ലർ ജർമ്മനിയിലും പെരുമാറുന്നു. ആണ് ജനാധിപത്യത്തെ. വേറെ എന്തിനെ വിശ്വസിച്ചാലും ജനാധിപത്യത്തെ പൂർണ്ണമായി വിശ്വസിക്കരുത്. കാരണം ജനാധിപത്യം എന്ന് പറയുന്നത് തുല്യതയ്ക്കും നീതിക്കും വേണ്ടിയുള്ള ഒരു വ്യവസ്ഥയാണ്. അത് ആളുകളുടെ തെറ്റിദ്ധാരണ അത് ഭൂരിപക്ഷ അഭിപ്രായമാണെന്നാ. അങ്ങനെയല്ല. ഭൂരിപക്ഷത്തിന് അത് തീരുമാനിക്കുന്നതിൽ ഒരു പങ്കില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ ഭൂരിപക്ഷം അനുസരിച്ച് സതി നല്ലതാണെന്ന് തീരുമാനിച്ചു എന്ന് വിചാരിക്കുക. തീരുമാനിക്കില്ല എന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ടെന്നല്ല കരുതി പറഞ്ഞാൽ മതി കേട്ടോ. ഞാൻ വെറുതെ പറയുന്നതല്ല. കാരണം ഈ സതിയുടെ കഥ എടുത്ത് നോക്കിയാൽ ഇവിടെ ഇയാൾ വരികയാണ്. ആര്? മുഗൾ സാമ്രാജ്യം വരും 1526. ആരാ? ബേബർ. അപ്പോൾ അദ്ദേഹം 2-3 കൊല്ലാണ്. അത് കഴിഞ്ഞ് ഹുമയൂൺ, അദ്ദേഹത്തിൻ്റെ മകൻ ഹുമയൂൺ വന്നപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായില്ല, ഇതെന്താ സതി, എന്നിങ്ങനെ ഒരു ആൾ മരിച്ചതിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ചിതയിൽ ദഹിപ്പിക്കുന്നൊക്കെ എന്ന് പറഞ്ഞ് ആകെ പരിഭ്രമിച്ചു. ഇവർ കബൂളിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്, ഇവർക്ക് അറിഞ്ഞൂടത്. അപ്പോൾ ആരോ പറഞ്ഞു, ബാദ്ഷാ അങ്ങനെ ചെയ്യരുത്, അത് വെറുതെ ഹിന്ദുക്കൾ വലിയ പ്രശ്നം. അടുത്തത് അദ്ദേഹം മരിച്ചുപോയി. ഹുമയൂൺ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം മഹാഭാഗ്യവാൻ എന്നാണ്. ഇത്രയും നിർഭാഗ്യവാനായ ഒരു രാജാവ് ഉണ്ടായിട്ടില്ല. 5 കൊല്ലമാണ് ഷേർഷാ അദ്ദേഹത്തെ ഓടിച്ചു. പോട്ടെ. പിന്നെ അക്ബർ ചക്രവർത്തിയാവും 14-ാമത്തെ വയസ്സിൽ. അക്ബർ പറഞ്ഞു, ഇതെന്ത് അന്യായമാണ്, സതി പറ്റില്ല. അപ്പോൾ എല്ലാവരോടും കൂടി ബാദ്ഷാ അങ്ങനെ പറയരുത്, ഇങ്ങനെ പറയരുത്. അപ്പോൾ അക്ബർ ഒരു പണി ചെയ്തു. അക്ബർ ഒരു കാര്യം ചെയ്യാം, ഈ സ്ത്രീക്ക് സമ്മതമാണ് എന്നൊരു സർട്ടിഫിക്കറ്റ് പോലീസ് ഓഫീസർ തന്നാൽ, അല്ലെങ്കിൽ അവർ ശിക്ഷിക്കും, ആ പെണ്ണിൻ്റെ മരണത്തിന് ശിക്ഷിക്കുന്നു പറഞ്ഞു. ഓ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. കൈക്കൂലി ഇന്നല്ല അന്നും ഉണ്ട്. അക്ബർ ചക്രവർത്തിയുടെ കാലത്ത് കൈക്കൂലുണ്ട്. കൈക്കൂലി കൊടുത്ത് കൊത്തുവാണ്ട് പൈസ കൊടുത്തിട്ട് എല്ലാവരും സർട്ടിഫിക്കറ്റ് ആകും, പിന്നെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അത് കഴിഞ്ഞ് വരികയാണ് ആര്? ജഹാംഗീർ, അക്ബറിൻ്റെ മകൻ. അപ്പോൾ ജഹാംഗീർ പറഞ്ഞു ഇത് സമ്മതിക്കാൻ പറ്റില്ല. അപ്പോഴും ഇവരെ കൂടി അങ്ങനെ കഴിഞ്ഞു. പിന്നെ വരുന്ന ഷാജഹാൻ. ഷാജഹാൻ ചക്രവർത്തി പറഞ്ഞു ഇത് പറ്റില്ല. അദ്ദേഹം ഒരു നിയമം കൊണ്ടുവന്നു, മക്കളുള്ള സ്ത്രീകൾക്ക് സതി അനുഷ്ഠിക്കാൻ അനുവദിക്കുകയില്ല. ആ മക്കളെ നോക്കുന്ന അവളുടെ പണിയാണ്, അവൾ പോയി മരിക്കല്ല വേണ്ടതെന്ന് പറഞ്ഞു. ഷാജഹാൻ്റെ അടുത്ത ആൾ വരുന്നു. ആരാ? ഔറംഗസീബ്. അദ്ദേഹത്തിന് ആലോചിക്കല്ല, നിരോധിച്ചു.
എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1663 നിരോധിച്ചു. ഒരു കാര്യം ഉണ്ടായില്ല. എന്നിട്ടാണല്ലോ 1829 വില്യം ബെൻഡിങ്ങിനെ നിരോധിക്കേണ്ടി വന്നത്. കണ്ടോ? ഇപ്പോൾ സതി ഇല്ലാതെ നിങ്ങൾ വിചാരിക്കണ്ടോ? 1987 രാജസ്ഥാനിൽ ദേവരാല ഗ്രാമത്തിൽ രൂപ് കൻവാർ എന്നൊരു പെൺകുട്ടി സതിയായി. സതി എന്ന് പറഞ്ഞാൽ അവളെ പച്ചയ്ക്ക് കത്തിച്ചു. അവൾ കോളേജിൽ ബികോമിന് പഠിക്കുക. അവളുടെ ഭർത്താവ് മരിച്ചു എന്ന് പറഞ്ഞാൽ അവൾ ഹോസ്റ്റലിൽ ആൾ വന്ന് കൂട്ടിക്കൊണ്ടുവന്നു. അതിനു മുമ്പ് രാജാ റാം മോഹൻ റോയ്, ആളുകൾ വിചാരം രാജാ റാം മോഹൻ റോയ് എന്നാണ്. അങ്ങനെയല്ല, രാജാ റാം മോഹൻ റോയ്, ബംഗാളിയാണ്. അദ്ദേഹം കോളേജിൽ പഠിക്കുമ്പോൾ ഏട്ടത്തിയമ്മ മരിച്ചു എന്ന് പറഞ്ഞ് വന്നു നോക്കുമ്പോൾ എന്താ, ഏട്ടൻ്റെ ശവത്തിൻ്റെ കൂടെ ഏട്ടത്തിയമ്മയും ദഹിപ്പിക്കുന്നുണ്ട്. അപ്പോഴാണ് അദ്ദേഹം പുറത്തിറങ്ങിയിട്ട്, അദ്ദേഹം സംസ്കൃതം പഠിച്ച ആളാണ്, അറബി പഠിച്ച ആളാണ്, ഇംഗ്ലീഷ് പഠിച്ച ആളാണ്, പേർസ്യം പഠിച്ച ആളാണ്, മദ്രസയിൽ പോയി അറബിയും പേർസ്യം ഒക്കെ പഠിച്ച ആളാണ് റാം മോഹൻ റോയ്. അദ്ദേഹം ഇതിനെതിരായിട്ട് രംഗത്തിറങ്ങുകയാണ്. ലഘുലേഖ എഴുതുന്നു, പത്രത്തിൽ എഴുതുന്നു, മീറ്റിംഗ് നടത്തുന്നു, ബഹളം, ബ്രഹ്മസമാജം സ്ഥാപിക്കുന്നു. എല്ലാവരും എതിരാ. ഹിന്ദു വിരുദ്ധമായ ഒരു പണിയാണ് അദ്ദേഹം എടുക്കുന്നത്. അദ്ദേഹം വലിയ പ്രഭു കുടുംബത്തിൽ പറഞ്ഞ ആളാണ്. അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആരാന്നറിയാം? നമ്മുടെ മഹാകവി ടാഗോറിൻ്റെ അച്ഛൻ ദേവേന്ദ്രനാഥ് ടാഗോർ. അദ്ദേഹത്തെ വലിയ ബഹുമാനാണ് ബംഗാളിൽ. അദ്ദേഹത്തിൻ്റെ പേര് ബംഗാളികൾ പറയില്ല. അവർ പറയുന്നത് മഹർഷി ടാഗോർ എന്ന്. ശാന്തികേതനിൽ പോയാൽ ഇപ്പോഴും അദ്ദേഹം തപസ് ചെയ്ത ഒരു മരത്തിൻ്റെ ഒരു ബുഷ് അവിടെ അവർ സംരക്ഷിച്ചിട്ടുണ്ട്, മഹർഷി ടാഗോറിൻ്റെ. അങ്ങനെയാണ് 1829 വില്യം ബെൻഡിങ്ങിൻ്റെ കാലത്ത് സതി നിരോധിക്കുന്നത്. പക്ഷേ 1987 ഇത് വന്നപ്പോൾ ഇന്ത്യയുടെ പല ഭാഗത്തും ബഹളുണ്ടായി. കോഴിക്കോട് ഞങ്ങളൊക്കെ ബഹളുണ്ടാക്കി. എന്തുണ്ടായെന്നറിയാം? ഞങ്ങൾക്ക് സതി അനുഷ്ഠിക്കാൻ സ്വാതന്ത്ര്യം വേണം എന്ന് പറഞ്ഞ് കൽക്കട്ടയിലും ഡൽഹിയിലും ബോംബെയിലും ഒക്കെ സ്ത്രീകളുടെ 10,000 സ്ത്രീകളുടെ പ്രകടനമാണ്. ഇപ്പോൾ ഇനി അടുത്ത പാർലമെൻറ്റിൽ സതി അനുഷ്ഠിക്കാൻ ഇഷ്ടമുള്ള ആളുകൾക്ക് അതിന് സ്വാതന്ത്ര്യം വേണമെന്നൊരു പ്രൈവറ്റ് ബില്ല് ഒന്നും വിചാരിക്കുക. അത് പാസ്സാവൂലേ? ഇതാണ് 100 കൊല്ലം പഴക്കമുള്ള ജനാധിപത്യം. 1829 ഈ നിയമം വന്ന് പിന്നെ 100 കൊല്ലം കഴിഞ്ഞിട്ടാണ് ലോർഡ് കഴ്സന്റെ കാലത്ത് 1929 ബാല്യവിവാഹം നിരോധിക്കുന്നത്. അന്ന് 14 വയസ്സിലെ കുട്ടികളെ കെട്ടിക്കാൻ പാടില്ല. അതിന് മുമ്പ് 4 വയസ്സ് 5 വയസ്സിലൊക്കെ കെട്ടിക്കും. 4 വയസ്സ് 5 വയസ്സിലൊക്കെ കെട്ടിക്കും. ഇന്ത്യയിലെ സ്ത്രീകൾ ആദ്യം നേടിയ അവകാശം അതാണ്. ശാരദ ആക്ട് എന്ന് പറയുക. പെണ്ണുങ്ങൾ സംഘടിച്ച് നേടിയൊരു ആനുകൂല്യമാണത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ തരത്തിൽ അങ്ങേയറ്റം ജീർണിക്കുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥ, രാഷ്ട്രീയ വ്യവസ്ഥ, സമ്പദ് വ്യവസ്ഥ, അതിൻ്റെ നേരെ ഒരു എഴുത്തുകാരന് അല്ലെങ്കിൽ ഒരു നിരീക്ഷകന് ചെയ്യാനുള്ള ഒരു പണി അതിനെ പരിഹസിക്കുകയാണ്. അപ്പോൾ ഈ പരിഹസിക്കുമ്പോൾ നിങ്ങൾ ആരെയാ പരിഹസിക്കുന്നത്? കുട്ടിക്കൃഷ്ണമാരാർ, നമ്മുടെ നാട്ടിലെ ഒരുപക്ഷെ ഏറ്റവും ഗംഭീരനായ നിരൂപകൻ, ഭാരതഭരണകർത്താവ്, അദ്ദേഹത്തിൻ്റെ ഹാസ്യസാഹിത്യം ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിലെ സിദ്ധാന്തം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊരാളെ നോക്കി ചിരിക്കുമ്പോൾ ആ പോരായ്മ നിങ്ങൾക്കും ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ചിരിക്കുമായിരുന്നോ? എങ്കിലേ ചിരിക്കാവുന്ന. പിന്നെ ചിരിക്കാൻ പറ്റില്ല. പറ്റുമോ? പിന്നെ ചിരിക്കാൻ പറ്റില്ല. ഒരു കുട്ടിയുടെ അല്ലെ ഒരു സ്ത്രീയുടെ അല്ലെ ഒരു പുരുഷൻ്റെ ഏതെങ്കിലും ഒരു, കാരണം ആധ്യാത്മിക ഹാസ്യം മാത്രമേ ഹാസ്യമാവുള്ളൂ എന്നാണ് മാരാർ പറയുന്നത്. കാരണം മലയാളത്തിലുള്ള ഒരു ചൊല്ല് നമ്മൾ ഓർക്കുക, വീണാൽ ചിരിക്കാത്തവൻ ബന്ധുവല്ല. ഇപ്പം ഞാനിവിടെ അങ്ങോട്ട് പോകുന്നു, അവിടെ ഞാൻ പലപ്പോഴും അങ്ങനെ വീട്ടിലുള്ള ഒരു അടുത്തനാണ്, അവിടെ വീഴുന്നു. അപ്പോൾ ആ കൂടുതൽ 10 ആളിത് കാണുന്നു, 9 ആൾ ചിരിക്കുന്നു, ഒരാൾ ചിരിക്കുന്നില്ല, അയാൾക്ക് എന്നോടൊന്ന് വിരോധം ഉണ്ടെന്നാണ് ഉറപ്പല്ലേ? അല്ലേ? അത് നിങ്ങൾ ആലോചിച്ച് പറഞ്ഞാൽ മതി. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ എനിക്കൊരു അബദ്ധം പറ്റി, ഒരു അപകടം പറ്റി. അതിൽ എൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും മക്കളും വിദ്യാർത്ഥികളും ഒക്കെ അത് ഇപ്പോൾ ഇവരൊക്കെ ആത്മപരിഹാസത്തിൻ്റെ ഒരു സാധനം. ഇപ്പം ഞാൻ ഉദാഹരണം പറയാം. നമ്മൾ പറയുന്നത് എന്താ? നമ്മൾ പറയുന്നത് നമ്പൂതിരിമാരെ കളിയാക്കാൻ വേണ്ടിയാണ് ഈ തമാശകളൊക്കെ ഉണ്ടായത്. അത് നമ്പൂതിരിമാർക്ക് എതിരാണോ? ആലോചിക്കണ്ട. അതായത് നമ്മൾ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഹ്യൂമറിനെ, അതിനെപ്പറ്റിയൊക്കെ വലിയ പഠനങ്ങൾ നടക്കുന്നുണ്ട്. തമാശയെ, നർമ്മത്തെ നമ്മൾ ഈ തരത്തിൽ ആലോചിക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാനിത് ചോദിക്കുന്നു,
നമ്പൂരി ഫലിതം പറഞ്ഞ ആരാ? അതിൽ മഹാബുദ്ധിമാനായ നമ്പൂരി ഉണ്ടാവും, മഹാവിഡ്ഢിയായ നമ്പൂരി ഉണ്ടാവും, അസംബന്ധം പറഞ്ഞ നമ്പൂരി ഉണ്ടാവും അല്ലേ? അവിടെ നിന്നല്ല നെലിവിളിയൊക്കെ കേട്ടുല്ലോ. ആരാ അവിടെ തീർന്നത്? നീയോ നിൻ്റെ ഏട്ടനോ? മറ്റൊരാൾ പറയാം അത് അടിയൻ തന്നെയാണ് ഇന്നലെ തീർന്നതേ. ഇങ്ങനെ അബ്സേഡായിട്ട്, കാരണം അബ്സേഡിറ്റി രസിക്കുന്ന ഒരു അംശം നമുക്കുണ്ട്. കുഞ്ഞുണ്ണി മാഷ് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായൊരു കവിതയാണ്, പപ്പടം വട്ടത്തിലാവുക കൊണ്ടാവാം പയ്യൻ്റെ പാല് വെളുത്തതായി, പയ്യൻ്റെ പാല് വെളുത്തത് കൊണ്ടാവാം പാക്കലം മണ്ണ് കൊണ്ടുണ്ടാക്കുന്നു, പാക്കലം മണ്ണ് കൊണ്ടാവുക കൊണ്ടാവാം പാപ്പുവിൻ പീപ്പിക്ക് പെപ്പരപ്പേ. അസംബന്ധം കേട്ടാൽ നമ്മൾ ചിരിക്കും. അപ്പോൾ നേരത്തെ ബഷീർ പറഞ്ഞല്ലോ, എന്താ അജസുന്ദരി അതിൻ്റെ കോപ്പി വേറെ ഇല്ല. ഇപ്പോൾ പുതപ്പിന് കോപ്പി ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടാ, എനിക്ക് അറിഞ്ഞൂടാ. ബഷീർ എപ്പോഴും പറയുന്നത് എങ്ങനെയാണ്, ഇപ്പം വീട്ടിൽ അവരെഴുതുന്നത് നിങ്ങൾ എന്നെ ചോദ്യം ചെയ്യുന്ന, എന്നാൽ പിന്നെ അത് കണ്ടിട്ട് കാര്യം ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഈ പറഞ്ഞ വാക്യം അധികാരം പ്രവർത്തിക്കുന്നുണ്ട്, നർമ്മത്തിന് നേരെ അധികാരം പ്രവർത്തിക്കുന്നുണ്ടല്ലേ. അപ്പോൾ അതിനൊരു ചെറിയ സാമ്പിളാണ്. ഉണ്ടോ സ്ത്രീകൾ ഇങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ ഇപ്പോൾ ഇതൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞൊരു ചെറിയ കാര്യത്തിലേ ഉള്ളൂ, ഈ ആത്മപരിഹാസം എന്നൊരു സാധനമുണ്ട്. അപ്പോൾ നമ്പൂതിരിമാരെ കളിയാക്കിയിട്ട് ഫലിതം പറഞ്ഞൊക്കെ നമ്പൂതിരിമാരാണ്. ഇപ്പോൾ മാപ്പിള ഫലിതത്തിൽ മാപ്പിളമാർ ധാരാളം കളിയാക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് അറിയുന്ന പല ഫലിതം പറഞ്ഞ ആരാന്നറിയോ? സി ചുമുദായ. സി ചുമുദായ മുസ്ലിം ലീഗിൻ്റെ നേതാവാണ്. അദ്ദേഹം പറഞ്ഞ ഒരു ഫലിതം എനിക്ക് ഓർമ്മ വരുന്നത്, ലീഗിൻ്റെ നേതാവായിരിക്കാൻ സഹനശക്തി മാത്രം പോരാ, ദഹനശക്തിയും വേണമെന്നാണ്. കാരണം ഇവരൊന്നും സഹിക്കാൻ പറ്റില്ല, പിന്നെ ഇവൻ തരുന്ന ഭക്ഷണം സഹിക്കാൻ പറ്റില്ല. ചേച്ചി പറയുന്ന ഇത് അതേ ഒരിക്കൽ ചെയ്തത്, ചന്ദ്രികയിൽ ശമ്പളം കൊടുക്കാൻ പൈസ ഇല്ല എന്ന് മാനേജർ ഒന്ന് പറഞ്ഞു. അപ്പോൾ സി എച്ച് അതിൻ്റെ പുറത്തിങ്ങനെ ഇടയ്ക്ക് ഒരു സീറ്റ് വിളിക്കും. സീറ്റ് വിളിച്ച് നിൽക്കുക. അപ്പോൾ അതിന് മുമ്പിൽ ഒരു പള്ളിയുണ്ട്, ക്രിസ്ത്യൻ പള്ളി. ആ പള്ളിയുടെ ചുമരിലൊന്ന് എഴുതി വെച്ചൊരു വാചകമുണ്ട്. അപ്പോൾ മാനേജരോട് പറഞ്ഞു, നീ അത് എഴുതിയിട്ട് ഒരു കടലാസിൽ എഴുതി ഇവർക്കൊക്കെ കൊടുത്തേക്ക്. അപ്പോൾ മാനേജർ നോക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, പാപത്തിൻ്റെ ശമ്പളം മരണമാകുന്നു. ഇങ്ങനെ നിരന്തരം. ഇപ്പോൾ സീതി ഹാജിയെ പറ്റിയുള്ള പ്രധാനപ്പെട്ട ഒരു തമാശ, അതായത് ഹജ്ജിന് അവിടെ ജംറ എന്നുണ്ട്, പിശാചിൻ്റെ പ്രതീകമാണ് ജംറ എന്ന് പറഞ്ഞത്. അതിനെ കല്ലെറിയൊരു ചടങ്ങുണ്ട്. അത് വലിയ തിരക്കാണ്, അവിടെ വലിയ അപകടമൊക്കെ വരും. അപ്പോൾ സീതി ഹാജിയും സി എച്ചും കൂടിയാണ് പോയിരുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കല്ലെറിഞ്ഞൊക്കെ മടങ്ങി വന്നപ്പം സി എച്ചിനോട് അനേകം അടിച്ചു, കോയസായി അസൗകര്യം ഉണ്ടായില്ല, വലിയ തിരക്കാതല്ല. ഒരു അസൗകര്യം ഉണ്ടായില്ല, ഒരു ചെറിയ അപകടം പറ്റി. എന്താണ്? സീതി ഹാജി എറിഞ്ഞപ്പോൾ ഇബ്ലീസ് ചോദിച്ചു, നമ്മൾ തമ്മമ്മൽ ഇത് വേണോ? ഇദ്ദേഹത്തിൻ്റെ പ്രിയ സുഹൃത്താണ്, ഇദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ നേതാവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇത് ആസ്വദിക്കാൻ പറ്റില്ല. എൻ്റെ പ്രശ്നം എന്താ, നിങ്ങൾക്ക് അത് ചൂണ്ടിക്കാണിക്കാം. ഇത് ദളിത് വിരുദ്ധമായൊരു ഫലിതമാണ്, ഇത് സ്ത്രീ വിരുദ്ധമാണ് എന്ന കാര്യം നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം. അല്ലാതെ നിങ്ങളിതിന് ചിരിക്കേണ്ടാന്ന് തീരുമാനിച്ചാൽ പിന്നെ നിങ്ങൾക്ക് ചിരിക്കാൻ നേരമുണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ കൂടുതൽ ചിരി ആശംസിച്ചുകൊണ്ട് എൻ്റെ ഈ ആമുഖ ഭാഷണം ഇവിടെ കറണ്ട് പോയതുകൊണ്ട് ഇവിടെ നിർത്തുകയാണ്. ഇനി നിങ്ങൾ ചോദ്യം ചെയ്യും. മാഷെ ക്ഷമിക്കണം, സമയം പാലിക്കേണ്ടത് കൊണ്ടാണ്, വളരെയധികം ക്ഷമിക്കണം. ഇല്ല, ഒരു തമാശ പറഞ്ഞാൽ തിരിയാത്ത ഒരാളെയാണ് ആങ്കറായിട്ട് വെച്ചത്. എന്താ ചെയ്യുന്നത്? അല്ല, ഞാനിതുവരെ മാഷ സംസാരം കേട്ട് വളരെ ചിരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ എനിക്ക് ഇനിയും കേൾക്കണമെന്നുണ്ട്. ഇവിടെ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. അപ്പോൾ മാഷ് തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു ചോദ്യത്തിന് സമയമായി പോകുന്നു. സാർ, പിന്നെ ഞാൻ ഇവിടെ പ്ലീസ് ഒന്ന് പേര് പറയൂ. ഋഷികേശൻ. ചുരുക്കി ചോദിക്കണം. ഈ നമ്പൂതിരി ഫലിതവും മാപ്പിള ഫലിതവും ഒക്കെ പറഞ്ഞു, ബാക്കി എല്ലാവരും വിട്ടുകളഞ്ഞു. ഒന്ന് EMS ആരെ വിട്ടുകളഞ്ഞ കാര്യമാണ്? നമ്പൂതിരിയും മാപ്പിളയും പറഞ്ഞല്ലോ. അല്ല, അവർക്ക് രണ്ടു കൂട്ടർക്കാണ് ഞാൻ പറഞ്ഞു. അതായത് അടഞ്ഞ സമൂഹങ്ങളിൽ അവരുടെ യാഥാസ്ഥികമായിട്ട് ബന്ധപ്പെട്ടതാണ്. അല്ല, വേറെ നായർ ഫലിത പാരമ്പര്യം ഞാൻ കേട്ടില്ല. അതുകൊണ്ടാ. അപ്പൊ ഇതേ തമാശ സാറിന് മനസ്സിലായില്ല. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞൊരു തമാശയുണ്ട്, സാറിന് മനസ്സിലായില്ല. നമ്പൂതിരിയുടെയും തമാശയും മാപ്പിളയുടെയും തമാശ പറഞ്ഞല്ലോ. കേരളമല്ലേ, ബാക്കി എല്ലാവരും വിട്ടുകളഞ്ഞെന്നാ പറഞ്ഞു. ആയിക്കോട്ടെ. പിന്നെ അടുത്തത് ഈ EMS ഒരു പ്രസിദ്ധമായ തമാശ എനിക്ക് ഓർമ്മയുള്ളത്. സാറ് അവരെയൊക്കെ വിട്ടുകളഞ്ഞു. EMS, സുമാർ അഴീക്കോട്, അങ്ങനെയുള്ളവർ. അതിൽ ഒരെണ്ണം EMS മാത്രം പറയാം. സംസാരിക്കുമ്പോൾ മാത്രമേ വിക്ക് വരാറുള്ളൂ, അല്ലാത്തപ്പോൾ ഇല്ല എന്ന് ഉള്ള ഒരു തമാശ. ഞാൻ ആദ്യം പറഞ്ഞ ഒരു തമാശയാണ്. ആണ് തമാശകൾ ഏറ്റവും വലിയ ദുരിതത. അത് പറയും തമാശ മറ്റാൾക്ക് മനസ്സിലായില്ലേ, നമ്മളെ കാര്യം വലിയ അബദ്ധമായി.
സാർ, ഞാൻ സുധീർ ചടയമംഗലം. ചുരുക്കി മർമ്മം പോകുന്ന അല്ല, നർമ്മം എന്ന വിഷയത്തിൽ ഈസ് ദ സോൾ ഓഫ് വിച്ച് എന്ന് ഷേക്സ്പിയർ പറയും. അതുകൊണ്ട് ചുരുക്കിയിട്ട് മർമ്മം പോകുന്ന നർമ്മം എന്ന വിഷയത്തെക്കുറിച്ചാണ് സാറ് സംസാരിച്ചത്. പക്ഷെ സാറിൻ്റെ സംസാരം കേട്ടപ്പോൾ ഈ നർമ്മത്തിൻ്റെ മർമ്മം പോകുന്നില്ലെന്നാണ് നമുക്ക് തോന്നുന്നത്. താങ്ക് യു ഫോർ ദി കോംപ്ലിമെന്റ്. പിന്നെ ഈ 2014 കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ എല്ലാം മർമ്മം പോകുമോ എന്നുള്ളതാണ് സാറിനോട് ചോദിക്കാം. ഞാൻ ഒരു പ്രവാചകനല്ലാത്തതുകൊണ്ട്, എനിക്ക് പ്രവചിക്കാൻ പ്രാപ്തി ഇല്ലാത്തത് കൊണ്ട്, പിന്നെ അങ്ങനെയൊക്കെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഉണ്ടോ ഇല്ലേ എന്ന് നിശ്ചയമില്ലാത്ത ഈശ്വരനോട് പ്രാർത്ഥിക്കേണ്ട സ്ഥിതിയിലാണ് ഞാൻ. പിന്നെ പേര് ഉണ്ണികൃഷ്ണൻ. 80കളിലെ കലാകൗമുദിയിലൊക്കെ രാഷ്ട്രീയ പ്രവർത്തന സീതി ഹാജിയെ കളിയാക്കിക്കൊണ്ടുള്ള തമാശകളൊക്കെ പ്രസിദ്ധീകരിക്കുമായിരുന്നു. ഇപ്പോഴത്തെ മുഖ്യധാര മാധ്യമങ്ങൾ എന്തെങ്കിലും ഇപ്പോഴത്തെ രാഷ്ട്രീയ നേതാക്കളെ കളിയാക്കിക്കൊണ്ട് ഇങ്ങനെ പ്രസിദ്ധീകരിക്കുന്ന സാറിന് തോന്നുന്നുണ്ടോ? ബുദ്ധിമുട്ടായിരിക്കും. എന്നുവെച്ചാൽ ഇപ്പോൾ നമ്മുടെ ഫലിതം എന്ന് പറയുന്നത് ഈ ട്രോൾ എന്ന് പറയുന്ന യൂട്യൂബിൽ, വാട്സാപ്പിൽ, ഫേസ്ബുക്കിലൊക്കെ വരുന്ന അതിൽ ഈ സഞ്ജയൻ, നമ്മൾ ഏറ്റവും ഓർക്കേണ്ട ഒരു പ്രഥമഗണനീയനായ സഞ്ജയൻ പറയും, പരിഹാസ പുതു പനിനീർച്ചെടിക്കടോ ചിരി അത്രേ പുഷ്പം ശകാരം മുള്ളുതാൻ എന്നാണ്. ശകാരമാണ് മുള്ള്, ചിരി അതിൻ്റെ പുഷ്പമാണ് പരിഹാസത്തിൻ്റെ. അപ്പോൾ പരിഹാസം നമ്മുടെ അനവധി മനപ്രയാസങ്ങൾ, നമ്മുടെ പ്രതിഷേധം, നമ്മുടെ ക്ഷീണം, നമ്മുടെ ബോറടി ഒക്കെ റിലീസ് ചെയ്യാനുള്ളൊരു വഴിയാണിത്. എല്ലാവരും അതാ ചെയ്യുന്നത്. ഇപ്പോൾ എന്താ സാധാരണഗതിയിൽ ഇപ്പോൾ എല്ലാവരും വലിയ ശതമാനം സന്ദേശം സിനിമയിലെ കണ്ട രംഗം വീണ്ടും കാണുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് അതിൻ്റെ ഫലിതം പോകുന്നില്ല. സത്യം എന്തെങ്കിലും ഒരു സൗജന്യം എനിക്ക് തരുന്നിട്ട് അതൊക്കെ പറഞ്ഞു കേട്ടോ. നർമ്മം പറഞ്ഞ് കാരശ്ശേരി മാഷ്ട മർമ്മം പോകാറായ അനുഭവം വല്ലതും ഉണ്ടായിട്ടുണ്ടോ? അടി കിട്ടാനുള്ള സാധ്യത വല്ലതും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അതായത് എന്നെ ആരും ഇതുവരെ തല്ലാൻ വന്നിട്ടില്ല. അത് വരാഞ്ഞത് ഒരടി അടിച്ചാൽ മിക്കവാറും വകുപ്പ് 302 പോവും എന്നുള്ളത് കൊണ്ടാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം തല്ല് കിട്ടേണ്ട വർത്തമാനം ഞാൻ എത്രയോ പറഞ്ഞിട്ടുണ്ട്, എത്രയോ അങ്ങനെ ലേഖനം എഴുതിയിട്ടുണ്ട്. പക്ഷേ ആരും എന്നെ കൈവെക്കാൻ ഇതുവരെ വന്നിട്ടില്ല. അതിന് ഒറ്റ കാരണം ഇതാ. കാരണം എനിക്ക് തല്ലിയാൽ തടുക്കാനുള്ള പ്രാപ്തിയും കൂടി ഇല്ല. ഇനി ആർക്കെങ്കിലും ഒരാളുണ്ട്. 7 മിനിറ്റ്. അല്ല, ഒരു പെൺകുട്ടി ഉണ്ട് അവിടെ. പേര് ഒരു കുട്ടി. എൻ്റെ പേര് സോജ എന്നാണ്. സോജ. അതെ, സോജ രാജകുമാരി. അത്ര നർമ്മമുള്ള ഒരു ചോദ്യം അല്ലാത്തതുകൊണ്ട് മടിച്ചതാണ്. കഴിഞ്ഞ ജാനുവരി ഒരു അധ്യാപികയാണ്, ഹയർ സെക്കൻഡറി കുട്ടികളെയാണ് പഠിപ്പിക്കുന്നത്. കോഴിക്കോടാണ് നാട്. കഴിഞ്ഞ ദിവസം ജാനുവരി 30 ക്ലാസ്സിൽ ചെന്നപ്പോൾ ഇന്ന് ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വ ദിനമാണ് എന്ന് ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ ഒരു കുട്ടി പറഞ്ഞ മറുപടി, ടീച്ചറെ ഗാന്ധിക്ക് എന്തൊക്കെയോ ഉടായിപ്പൊക്കെ ഇല്ലായിരുന്നോ എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, മോനെ, ഗോഡ്സെയാണ് ഗാന്ധിയെ കൊന്നതെങ്കിലും കുഴിച്ചു മൂടുന്നത് നിങ്ങളുടെ തലമുറയാണെന്നാണ് പറഞ്ഞത്. എന്താണ് മാഷെ അധ്യാപകർക്ക് ചെയ്യാനാവുക? നമ്മുടെ കയ്യിൽ ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, അതിൽ നിന്ന് കുട്ടികൾക്കൊന്നും ചിന്തിക്കാനില്ല. അപ്പോൾ ഞാനൊരു അധ്യാപകനായിരുന്നു. അധ്യാപകരുടെ പണി കുട്ടികളുടെ സ്വഭാവ രൂപീകരണം, അല്ലാതെ ഈ ടെക്സ്റ്റ് ബുക്കുകളിൽ പറഞ്ഞു കൊടുക്കില്ല. അതിന് നമ്മുടെ കാര്യം ആവശ്യമില്ല. എന്തുകൊണ്ട് കള്ളം പറയരുത്? ഞങ്ങളെ പഠിപ്പിച്ചത് ശരിയല്ല അത്, പക്ഷെ പഠിപ്പിച്ചാൽ അങ്ങനെയാണ്. കള്ളം പറഞ്ഞാൽ കണ്ണു പൊട്ടിപ്പോകുന്നു. കള്ളം പറഞ്ഞാൽ കണ്ണു പൊട്ടിപ്പോകും. അപ്പോൾ ഇന്ന് കേരളത്തിലെ 3.5 കോടി ജനങ്ങൾ അന്ധന്മാരായി തീരുന്ന ഒരു സ്ഥിതിയാണ്. സത്യാനന്തര കാലം എന്ന് പറഞ്ഞാൽ അത് ആഘോഷിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ആ കുട്ടിയോട് എനിക്ക് സ്നേഹമാണ്. കാരണം അവന് ഗാന്ധി എന്നുള്ള പേര് ഓർമ്മയുണ്ട്. പിന്നെ അത് ഉഡായിപ്പ് കാണിച്ച ആളാണ് എന്നൊരു വിമർശനമുണ്ട്. ഗാന്ധിയെ വിമർശിക്കണം. ബുദ്ധമതത്തിൽ പറയുന്നത്, നിങ്ങൾ പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും ബുദ്ധനെ കണ്ടാൽ ഒരു കത്തിയെടുത്ത് അദ്ദേഹത്തെ കുത്തിക്കൊല്ലുക എന്നാണ്. കാരണം നിങ്ങളുടെ വഴികാട്ടി നിങ്ങളാണ്. ബുദ്ധൻ മരിക്കുമ്പോൾ പറയുന്നതാണ്, ആനന്ദ നീ തന്നെ നിൻ്റെ വിളക്കാവുക. അപ്പോൾ ഒരു പൂജിക്കാനുള്ള വിഗ്രഹമായിട്ട് ഗാന്ധി ആർക്കും ആവശ്യമില്ല. എൻ്റെ കാര്യം എനിക്ക് ആവശ്യമില്ല. ഞാൻ ഗാന്ധിയെ ബഹുമാനിക്കുന്നു, ഞാൻ ഗാന്ധിയെ വിമർശിക്കുന്നു.
വിമർശിക്കുന്നതുകൊണ്ട് ബഹുമാനിക്കുന്നില്ല എന്നോ ബഹുമാനിക്കുന്നതുകൊണ്ട് വിമർശിക്കുന്നില്ല എന്നോ വരാൻ പാടില്ല. ഗാന്ധി നിന്ന് എടുക്കാവുന്ന മുഴുവൻ ഞാൻ എടുക്കും, അംബേദ്കർ നിന്ന് എടുക്കാവുന്ന മുഴുവൻ എടുക്കും, നെഹ്റു നിന്ന് എടുക്കാവുന്ന മുഴുവൻ എടുക്കും. അതിനർത്ഥം അംബേദ്കറെയോ നെഹ്റുവിനെയോ ഗാന്ധിയെയോ വിമർശിക്കാൻ പാടില്ല എന്നല്ല. അത് ഗാന്ധി അങ്ങനെ വിചാരിക്കുന്നില്ല, നെഹ്റു അങ്ങനെ വിചാരിക്കുന്നില്ല. നിങ്ങൾ വിശ്വസിക്കുമോ? നെഹ്റു കാണിച്ചൊരു തമാശ. ഭരണത്തിൻ്റെ 5ാമത്തെ കൊല്ലം നെഹ്റു ഒരു ഏകാധിപതി ആവാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ വലിയൊരു ലേഖനം വന്നു. ആ ലേഖനം എഴുതിയ ആളുടെ പേര് ചാണക്യൻ. ഇതാരാന്ന് ആർക്കും മനസ്സിലായില്ല. അത് ആളാരായിരുന്നറിയാം, നെഹ്റു തന്നെയായിരുന്നു. മലയാളിയായ ശങ്കരപ്പിള്ളയോട് അദ്ദേഹത്തിൻ്റെ കാർട്ടൂൺ മാസികയെ പറ്റി പറയുമ്പം ശങ്കർ എന്ന് അദ്ദേഹത്തെ വിളിക്കുക. ശങ്കർ, ഡോണ്ട് സ്പെയർ മീ, എന്നെ ഒഴിവാക്കി കളയരുതേ എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി അദ്ദേഹം. അപ്പോൾ അദ്ദേഹം ഗാന്ധിയെ വിമർശിക്കും. നെഹ്റുവിൻ്റെ ആത്മകഥയിൽ എത്രയോ ഭാഗത്ത് ഗാന്ധിയെ വിമർശിക്കുന്നുണ്ട്. അതൊന്നും ഗാന്ധിക്ക് ഒരു തിരക്കുണ്ട്. ഗാന്ധിയെ വിമർശിച്ച് നെഹ്റു എഴുതിയ കത്തുകളൊക്കെ ഗാന്ധിയാണ് പറഞ്ഞത്. അതിൻ്റെ മറുപടി സഹിതം ഞാൻ എൻ്റെ പത്രത്തിൽ പ്രസിദ്ധീകരിക്കാൻ നിങ്ങൾ അനുവാദം തരികയാണെങ്കിൽ ഞാൻ പ്രസിദ്ധീകരിക്കാമെന്ന് പറഞ്ഞു. നെഹ്റു പറഞ്ഞു വേണ്ട. ആ കത്തുകളൊക്കെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കംപ്ലീറ്റ് വർക്ക്സ് ഓഫ് MK ഗാന്ധിയിലുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ആലോചിച്ച് നോക്കൂ, ഈ ഇതിൻ്റെ നമ്മുടെ ഒരു നീതിബോധം എന്ന് പറയുന്നത്, നമ്മുടെ ജനാധിപത്യ ബോധം എന്ന് പറയുന്നത് എത്ര മോശമാണ്. ഇപ്പോൾ പൊതുവെ ആളുകളിലൊക്കെ ധാരണ, കോൺഗ്രസ്സുകാരുടെയും കൂടി ഇന്ന് പറയേണ്ട ആവശ്യമില്ല, ഗാന്ധിയും നേതാജി ബോസും തമ്മിൽ വലിയ തർക്കമായിരുന്നു. അത് വലിയ ഗ്രൂപ്പ് വഴക്കായിരുന്നു. കാരണം ഇദ്ദേഹം 39 വീണ്ടും കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആവുന്ന ഗാന്ധി തടയാൻ ശ്രമിച്ചിട്ട് ഗാന്ധി പരാജയപ്പെട്ടു. ഗാന്ധി വേണ്ട ആൾ കേട്ടില്ല. അവർ ACC മെമ്പർമാർ അവരെന്ത് ചെയ്തു? അവർ നേതാജി ബോസിനെ തിരഞ്ഞെടുത്ത് പ്രസിഡൻ്റാക്കി. കുറച്ച് കഴിഞ്ഞപ്പോൾ ബോസ് രാജിവെച്ച് പോകേണ്ട സ്ഥിതി വന്നു. ഓർത്തിരിക്കുക, ഗാന്ധിയെ രാഷ്ട്രപിതാവ് എന്ന് വിളിച്ചത് നേതാജി ബോസാണ്. ചെറിയ കാര്യമൊന്നുമല്ല. ഗാന്ധിക്ക് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരം എന്ന് പറയുന്നത് നേതാജി ബോസിൻ്റെതാണ്, രാഷ്ട്രപിതാവ്. അത് ജവഹർലാൽ നെഹ്റു പറഞ്ഞതല്ല, ഖാനത്തുൽ ഗാഫർ ഖാനോ അബുൽ കലാം ആസാദോ പറഞ്ഞതല്ല. പിന്നെ 42 ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് വരുമ്പോൾ പുറത്ത് സ്ഥാപിച്ച റേഡിയോയിൽ നേതാജി ബോസ് പ്രസംഗിക്കുന്നത് ജനങ്ങൾ ഗാന്ധിയുടെ പിന്നിൽ അണിനിരക്കണമെന്ന്. അദ്ദേഹത്തിൻ്റെ 5 റെജിമെൻ്റ് ഉണ്ട്. ഒന്നാമത്തെ റെജിമെൻ്റ് പേര് ഗാന്ധി റെജിമെൻ്റ് എന്നാണ്. രണ്ടാമത്തത് ജവഹർലാൽ റെജിമെൻ്റ്, പിന്നെ ആസാദ് റെജിമെൻ്റ്, പിന്നെ 4ാമത്തത് ഝാൻസി റെജിമെൻ്റ്, 5ാമത്തേനാണ് ബോസ് റെജിമെൻ്റ് എന്ന് പേരിടുന്നത്. പട്ടാളത്തിനാണ് ഗാന്ധിയുടെ പേരിടുന്നത് ആര്? നേതാജി ബോസ്. അപ്പോൾ ഈ അഭിപ്രായ വ്യത്യാസം എന്നത് വ്യക്തിപരമേ അല്ലതൊന്നും. ഒരു തമാശ കേട്ടാൽ അത് വ്യക്തിപരമായിട്ട് എടുക്കാതെ അതൊരു കാര്യത്തിന് നേരെയുള്ള വിമർശനമാണ്, പ്രതികരണമാണ്, പ്രതിരോധമാണ് എന്ന് എടുക്കാൻ കഴിയുന്ന ഭരണാധികാരികളും നേതാക്കന്മാരുണ്ടായിരുന്ന ഒരു രാജ്യത്തിൻ്റെ പേരാണ് ഇന്ത്യ. ഗാന്ധിയെ എങ്ങനെ വിമർശിക്കും കസ്തൂർബ? എങ്ങനെ വിമർശിക്കും അദ്ദേഹത്തിൻ്റെ മക്കൾ? എങ്ങനെ വിമർശിക്കും രാജാജി? അവർ ബന്ധുക്കളാണ്. രാജാജിയുടെ മകൾ ലക്ഷ്മിയുടെ ഭർത്താവ് ഗാന്ധിയുടെ 4ാമത്തെ മകൻ ദേവദാസാണ്. അതിലുള്ള മക്കളെയൊക്കെ നിങ്ങൾ അറിയും. രാജ്മോഹൻ ഗാന്ധി, ഗോപാലകൃഷ്ണ ഗാന്ധി, രാമചന്ദ്ര ഗാന്ധി. രാജാജി എങ്ങനെ വിമർശിക്കും? ഒരു പ്രശ്നമില്ല. അപ്പോൾ വിമർശിക്കുന്നതുകൊണ്ട് അടുപ്പമില്ലാതാവുകയൊന്നുമില്ല, അങ്ങനെ ഒരു സംഗതിയില്ല. ഇപ്പോൾ വല്ലഭായ് പട്ടേലിനെ ഗാന്ധി വിമർശിക്കും, വല്ലഭായ് പട്ടേൽ ഗാന്ധി വിമർശിക്കും. ഗാന്ധിയുടെ സെക്രട്ടറിയെ കണ്ടിരുന്ന ഞാൻ, വെങ്കട്ടറാം കല്യാണം, അദ്ദേഹനോട് പറഞ്ഞൊരു വാക്ക് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. കാരണം അവസാനത്തെ കാലത്ത് ഗാന്ധി പാകിസ്ഥാന് കൊടുക്കാനേറ്റ 80 കോടി രൂപയിൽ 25 കോടിയെ കൊടുത്തു, 55 കോടി കൊടുക്കാൻ ബാക്കിയാണ്. അത് കൊടുക്കണം എന്ന് ഗാന്ധി ശഠിച്ചപ്പോൾ ക്ഷുഭിതനായിട്ട് ഇറങ്ങിപ്പോവാണ് ഇവിടുന്ന് ബിർള ഹൗസിൽ നിന്ന് വല്ലഭായ് പട്ടേൽ. അപ്പോൾ അതിൻ്റെ പിന്നിൽ ഇയാളുടെ കാറിൽ കയറ്റി യാത്രയാക്കാൻ വേണ്ടി പോകുന്നുണ്ട് കല്യാണം. അപ്പോൾ കല്യാണം എന്നോട് പറയാണ്, ഇയാൾ പിറുപിടുത്തോണ്ടിരിക്കുന്നത് എന്താ നിങ്ങൾക്ക് അറിയോ? എന്നറിയില്ല. ബുഢാ പാഗൽ എന്നാ. മനസ്സിലായോ? ലുനാറ്റിക് ഓൾഡ് മാൻ എന്നാണ് ഈ പറയുന്നത്. ആരെ പറ്റി? ഗാന്ധി പറ്റി. ആരും കേൾക്കാൻ വേണ്ടി പറഞ്ഞതല്ല വല്ലഭായ് പട്ടേൽ. ഇങ്ങനെയൊക്കെ പല അഭിപ്രായ വ്യത്യാസങ്ങളും ക്ഷോഭമുള്ള ആളുകളാണ് ഇവർ. പക്ഷെ അവരൊക്കെ ഒരു കാര്യത്തിൽ ഒന്നിക്കും, അതായത് നമ്മുടെ ജനാധിപത്യം, നമ്മുടെ ദേശീയത, നമ്മുടെ മതേതരത്വം തുടങ്ങിയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിന് ബാധ വരുന്ന തരത്തിൽ ആര് പെരുമാറിയാലും അതൊക്കെ നമുക്ക് കളിയാക്കി ചിരിക്കാന്നേ. അപ്പോൾ ഇത് നമ്മുടെ ശരിക്കും ഒരു എക്സസൈസാണ്. പിന്നെ ഞാൻ വേറെ ഒരു രഹസ്യം കൂടി പറയാം. ഇത് ഏറ്റവും നല്ല മരുന്നാണ്.
അത് നമ്മുടെ ശാരീരികവും മാനസികവും ബുദ്ധിപരവുമായ വളരെ പ്രധാനപ്പെട്ട ഒരു മരുന്നിൻ്റെ മെഡിസിൻ, അതിൻ്റെ പേരാണ് ചിരി. ചിരിക്കുമ്പോൾ ഒന്ന് വെച്ചാൽ വളരെ ലാഘവമാണ്, എന്തൊരു സുഖമാണ് ചിരിച്ചാൽ. അപ്പോൾ നമ്മൾ ഈ ഹാസ്യ നടന്മാരോട്, ഇപ്പോൾ ജഗതി ശ്രീകുമാറിനോട്, അല്ലെങ്കിൽ സുരാജ് വെഞ്ഞാറമൂടിനോട്, അല്ലെങ്കിൽ ഇന്നസെൻറ്റിനോട് നമുക്കുള്ള ഇമ്പം എന്ന് പറഞ്ഞാൽ തീരാത്തൊരു സാധനമാണ്. ഇപ്പോൾ പ്രേം നസീറിൻ്റെ രൂപം ഞാൻ പലവട്ടം അടുത്ത് കണ്ടിട്ടുണ്ട്. അതിസുന്ദരനായ മനുഷ്യനാണ്. പക്ഷേ ഇത് ഈ സൗന്ദര്യം കണ്ടു മടുക്കും, ഈ ജഗതിയുടെ പ്രകടനം കണ്ടു മടുക്കൂ, ബഷീറിൻ്റെ ഫലിതം വായിച്ച് മടുക്കൂ, കുഞ്ഞുതമ്പേര് വായിച്ച് മടുക്കൂ? ഇല്ല. അപ്പോൾ ചാപ്ലിൻ എപ്പോഴാണ് മടുക്കുന്നത് കേട്ടോ? ഞാൻ ഒരു കാര്യം കൂടി പറയാം. 31-ലാണ് ഗാന്ധിയും ചാപ്ലിനും കണ്ടത്. 35-ലാണ് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ മോഡേൺ ടൈംസ് എന്നുള്ള സിനിമ വരുന്നത്. യന്ത്രവൽക്കരണത്തിനെതിരായിട്ടുള്ള സിനിമയാണത്. അത് വിസ്തരിക്കാൻ സമയമില്ല. അപ്പോൾ ഇന്നിപ്പോൾ യന്ത്രത്തിന് 1909 ഗാന്ധി ഹിന്ദു സ്വരാജ് പറഞ്ഞിരുന്നു യന്ത്രത്തിൻ്റെ അപകടത്തെപ്പറ്റി. അപ്പോൾ അന്ന് എല്ലാവരും ഗാന്ധിക്കെതിരായിട്ട്, ഗോഖലെ ഗാന്ധിക്കെതിരായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കും. ആരാ ഗോഖലെ? എൻ്റെ രാഷ്ട്രീയ ഗുരു എന്ന് ഗാന്ധി പറയുന്ന ആളാണ്. അപ്പോൾ പറഞ്ഞെന്താ വെച്ചാൽ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ യന്ത്രത്തിന് അടിമയാകുന്നതിനെയാണ് ഞാൻ താക്കീത് ചെയ്യുന്നത്. ഇന്നിപ്പോൾ നമ്മൾ അടിമകളാണെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം അല്ലേ? ഒന്നും വേണ്ട, ഒരു മൊബൈൽ ഫോണിൻ്റെ അടിമയല്ലാത്ത ആരെങ്കിലും ഈ സഭയിലുണ്ടെന്ന് ഞാൻ വിചാരിക്കില്ല. ആളുകളുടെ നേരം ലാഭം കിട്ടാൻ വേണ്ടി കണ്ടുപിടിച്ചാണ് മൊബൈൽ ഫോൺ എന്നാ. ഇതിലും വലിയ പരിധി അടുത്ത കാലത്ത് ഞാൻ കേട്ടില്ല. ആളുകളുടെ നേരം ലാഭം കിട്ടാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഇനി ബഷീർ പറഞ്ഞ മാതിരി അള്ളാഹുവിൻ്റെ ഖജനാവിൽ മാത്രമേ അനന്തമായ സമയമുള്ളൂ. നമസ്കാരം. ഒരുപാട് നന്ദി കാരശ്ശേരി മാഷേ. 1 മണിക്കൂർ വളരെ ആഴത്തിൽ കേട്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ട ഡെലിഗേറ്റ്സിനും നന്ദി. കാരശ്ശേരി മാഷ്ക്കും ആ 1 മണിക്കൂർ ഞങ്ങൾ പോയതറിഞ്ഞില്ല, സമയത്തിൻ്റെ പരിമിതി കൊണ്ട് മാത്രമാണ്. മാഷയുടെ തമാശയും തമാശ കലർന്ന ആഴത്തിലുള്ള സംഭാഷണവും ഒക്കെ ഇനിയും നമുക്ക് കേൾക്കണം. അപ്പോൾ മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവത്തിൻ്റെ 5ാം പതിപ്പിലെ ഈ 2ാം ദിവസം കാരശ്ശേരി മാഷയുടെ ഈ സംവാദം കൊണ്ട് ധന്യമാവുകയാണ്. ഒരുപാട് നന്ദി.